ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും നമ്മൾ ദൈവസന്നിധിയിൽ വാരാവസാനം എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയും നമ്മൾ ദൈവവചന ഘോഷണത്തിലേക്ക് കടന്നുപോയപ്പോൾ ഒരു വാക്യം വായിച്ചിരുന്നു. 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. ഈ ദിവസങ്ങളിലെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആ പ്രസംഗങ്ങളെല്ലാം വരുന്നത് ആ ഒരു ഫോൾഡറിലാണ്, അല്ലെങ്കിൽ ആ ഒരു പ്ലേലിസ്റ്റിലാണ്. അവിടെ കൊടുത്തിരിക്കുന്നത് വഞ്ചകരെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ എഴുതാനുണ്ടായ ചെറുവികാരം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ അപ്പോസ്തലന്മാർ തന്നെയാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അവർ പറയുന്നത് എന്താ? എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട്, പല കാര്യങ്ങളും അറിഞ്ഞ വിശുദ്ധന്മാരോടാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിക്കുക. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ സൂക്ഷ്മത ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രസംഗങ്ങളിൽ പിന്നെയും പിന്നെയും അപ്പോസ്തലന്മാരെ കോട്ട് ചെയ്യുന്നു. അധർമ്മികളുടെ വഞ്ചന എന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാണ്. അതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് ഞാൻ തുടക്കത്തിൽ ആ വാക്യത്തിലൂടെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് ശുശ്രൂഷകളെല്ലാം. അപ്പോൾ നമ്മൾ നോക്കുന്നത്, അടിമുടി നോക്കുന്നത് ക്രിസ്തുവിനെയാണ്. ആ മഹത്വമാണ് നമുക്ക് പ്രാപിക്കേണ്ടത്. ആ സ്വഭാവമാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്. ആ ഡിവൈൻ ക്യാരക്ടർ നമ്മിലേക്ക് വരണം. അപ്പോൾ ആ സ്വഭാവവും അതുപോലെ ആ മഹത്വമൊക്കെ പ്രാപിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരായവർ ഇതൊന്നും തിരിച്ചറിയാതെ ശേഷം മനുഷ്യരെ പോലെ സഞ്ചരിക്കുകയാണ്. ശേഷം മനുഷ്യരെ പോലെ. അത് പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നു. ഇന്ന് ഒരു സഹോദരൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. അതായത് ഈ കുമ്പനാട് നടന്നൊരു കല്യാണവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ. ഇന്നലെ നടന്നൊരു വീഡിയോ ആണ്. 2 കൊല്ലം മുമ്പ് ഒരു പ്രസിദ്ധനായ പാസ്റ്റർ ഒരു കുടുമിക്കാരന് ഒരു കല്യാണം നടത്തിയതായിട്ട് നമ്മൾ ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടല്ലോ. അന്നത് വലിയ പ്രചാരത്തിൽ വന്നൊരു കല്യാണമാണ്. അതിന് ആളുകൾ കുടുമി കല്യാണം എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ആ മണവാള ചെറുക്കൻ എന്ന് പറയുന്നവൻ തലയിലെ മുടിയൊക്കെ ഇങ്ങനെ ഈ കെട്ടി ഇങ്ങനെ മുകളിലേക്ക് വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ആളുകൾ അതിനെ കുടുമി എന്നുള്ള നിലയിൽ വിളിച്ചത്. അപ്പോൾ അങ്ങനെ പ്രസിദ്ധനായ ആ പാസ്റ്ററാണ് ആ കല്യാണം നടത്തിയത്. പണ്ട് കാലത്ത് കണ്ടിട്ടില്ലേ, നമ്മുടെ മഹാനായ അലക്സാണ്ടർ ഇങ്ങനെ കുതിരപ്പുറത്ത് വരുന്നത്. അലക്സാണ്ടർ ഇങ്ങനെ മുമ്പിൽ വരുന്നു, കുതിരയെ പറപ്പിച്ച് ബാക്കിയുള്ള ആളുകളെല്ലാം പറപ്പിച്ച് പൊടി പറക്കും. അന്നേരം പൊടി പറന്നാണ് വരുന്നത്. അപ്പോൾ അതിന് ഇന്ന് പറയുന്നതാണ് ബ്രൈഡൽ മാർച്ച് എന്ന്. ഇങ്ങനെ പൊടി പറപ്പിച്ച് ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെ നമ്മുടെ മണവാള ചെറുക്കനും മണവാട്ടി പെങ്കൊച്ചും കൂടി ഇങ്ങനെ നടന്ന് കയറി വരികയാണ്. നടന്ന് കയറി വരുമ്പോൾ ഈ സിനിമാ നടന്മാരുടെയൊക്കെ പോലെ ഈ ചെറുക്കൻ വലിയൊരു കറുത്ത കൂളിംഗ് ഗ്ലാസ് വെച്ചാണ് വന്നിരിക്കുന്നത്. ഭയങ്കര ടിപ്പ് ടോപ്പിലാണ് വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ കാണാറുള്ള എന്താ, കോട്ട് സൂട്ടൊക്കെ ഇട്ട് നല്ല ഷൂ ഒക്കെ ഇട്ട് മിടുക്കനായിട്ട് ഇങ്ങനെ വരും. അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെ മുണ്ടെടുത്ത് വരും പണ്ട് കാലത്തൊക്കെ. അതൊക്കെ മനസ്സിലാക്കാം. പിന്നെ കൂളിംഗ് ഗ്ലാസ്, അതും നമ്മുടെ അങ്കിൾ കരുണാനിധി വെച്ചിരിക്കുന്ന പോലത്തെ ഗ്ലാസ്സാണ്. എന്നുവെച്ചാൽ അത് നല്ല കറുപ്പാണ്, ഭയങ്കര കറുപ്പാണ്. അതൊക്കെ വെച്ച് പുള്ളി ഇങ്ങനെ വരുന്ന ഒരു സിനിമാ സ്റ്റൈലിൽ ഇങ്ങനെ വരികയാണ്. വന്ന് മുൻപിൽ നിൽക്കുന്നു. പിന്നീട് ഇവര് സ്റ്റേജിലേക്ക് വിളിക്കുമല്ലോ. സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് പുള്ളി അവിടെ വന്ന് തപ്പിത്തടഞ്ഞ് വീഴണ്ട എന്നോർത്ത് അത് ഊരി അടുത്ത് നിന്ന് വേറൊരാളുടെ കയ്യിലേക്ക് കൊടുത്തു. ഇത്രയും മതി. അതായത് ഈ വീഡിയോഗ്രാഫർമാർ പറഞ്ഞിട്ടുണ്ട്, ഇവിടം വരെ ഈ ഗ്ലാസ് വെച്ച് വരണം. അത് കഴിഞ്ഞ് മുൻപോട്ടുള്ള മുകളിലേക്ക് കയറുമ്പോൾ തപ്പിത്തടഞ്ഞ് വീഴണ്ട, അത് ഊരി കൊടുത്തോ. പിന്നെ അവിടെ പോയി നിൽക്കുമ്പോൾ അവിടെ നിൽക്കുന്ന പാത്രന്മാർ ഏത് സൈസാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പല സൈസ് ഉണ്ടല്ലോ. അപ്പോൾ അവർ ചിലരത് അംഗീകരിക്കും, ചിലർ അംഗീകരിക്കാതിരിക്കും. അതായത് സാധാരണ കന്നഡ വയ്ക്കാൻ നമ്മൾ പറയുമല്ലോ, അത് വെക്കുന്നത് വായിക്കാനോ അല്ലെങ്കിൽ മനുഷ്യരെ കാണാനോ അങ്ങനെയൊക്കെയാണല്ലോ. ഇത് വെക്കുന്നത് അതിനൊന്നും വേണ്ടിയിട്ടല്ലല്ലോ. ഇതൊരു സ്റ്റൈൽ എന്നുള്ള നിലയിലല്ലേ വെക്കുന്നത്. സ്റ്റൈൽ. ഇതൊക്കെ എന്തിനാ ഇപ്പോൾ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില സെക്കൻഡുകൾക്ക് മുമ്പ് നമ്മളൊരു വാക്യം വായിച്ചെന്താ പറഞ്ഞത്? ഒരു പുതിയ നിയമ ശുശ്രൂഷകന്റെ ഉള്ളിലെ താല്പര്യം എന്ന് പറയുന്നത് തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ക്രിസ്തു എന്ന തലയോളം വളർത്തുക, ദൈവത്തിൻ്റെ സകല നിറവിനോളം നിറയ്ക്കുക. ചുരുക്കി പറഞ്ഞാൽ, അതായത് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കേണ്ടതുണ്ട്. തന്നെ ഏൽപ്പിച്ച വ്യക്തിയെ ക്രിസ്തുവിൽ ആ തികവിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്, ആ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ക്രിസ്തുവിൻ്റെ സ്വഭാവവും മഹിമയും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഈ കൂളിംഗ് ഗ്ലാസ്സിന് അതിന് വല്ല ബന്ധമുണ്ടോ? കൂളിംഗ് ഗ്ലാസ്സിന്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് പറയേണ്ടതുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് പറയാനായിട്ട് പരിശ്രമിക്കുന്നില്ല. നമ്മുടെ സൺഡേ മീറ്റിങ്ങിൽ പാപത്തെക്കുറിച്ചാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്.
പാപത്തിന് ശിക്ഷ വിധിച്ചതും പാപത്തിൽ നിന്നുള്ള ഡെലിവറൻസ് അഥവാ മോചനം അല്ലെങ്കിൽ വിടുതൽ, പിന്നെ പാപക്ഷമ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊക്കെയുള്ള ബന്ധത്തിൽ ഞാൻ ഈ കാര്യങ്ങൾ നാളെ അതിനോട് ചേർത്ത് വെച്ച് കല്യാണ സംബന്ധമായി കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് എനിക്കൊരു ചിന്ത വരികയാണ്. അത്യാവശ്യം ചില കാര്യങ്ങൾ കല്യാണ സംബന്ധമായി പറയേണ്ടതുണ്ട് സഹോദരങ്ങളെ. പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസാക്ഷി കുത്തു വരും. ചിലർക്കൊക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലായി. നിങ്ങളെല്ലാം കെട്ടിക്കാനും വാഴിക്കാനുള്ള ആൾക്കാരാണല്ലോ. ഇപ്പം ചെറുതൊക്കെയാണ് കയ്യിലിരിക്കുന്നെങ്കിൽ അതൊക്കെ വലുതാകുമ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഇതിപ്പോൾ കൂളിംഗ് ഗ്ലാസ്സൊക്കെ സിമ്പിൾ കേസാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് കയറി പറയുക, നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോകുന്നില്ല, സബ്ജക്റ്റിലേക്ക് ഞാൻ വന്നോളാം. ഇടയ്ക്ക് നിങ്ങളോടൊന്ന് പറഞ്ഞതാ, കൂളിംഗ് ഗ്ലാസ് ഒന്നും അല്ല കാര്യം, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് കാര്യം. നമ്മൾ ദൈവസന്നിധി അലക്ഷ്യമാക്കുക എന്നുള്ളതാണ് എന്നെ ഭയപ്പെടുത്തുന്നതുമായ കാര്യം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ വരുന്ന ഒരുവൻ പാതാളത്തിലെത്താൻ ഒരു കല്യാണം കഴിച്ചാൽ മതി. കല്യാണം കഴിക്കുമ്പോൾ കിട്ടുന്ന പെണ്ണോ ചെറുക്കനോ രണ്ടും മാറി മാറി കൂട്ടാം. ആ വഴിയിൽ നമുക്ക് ജഡികനാകാം, ആ വഴിയിൽ നമുക്ക് അനാത്മീയനാകാം, ആ വഴിയിൽ നമുക്ക് നേരെ കീഴേ പാതാളത്തിലേക്ക് പോകാനുള്ള ബോർഡിംഗ് പാസ് കിട്ടാം. അങ്ങനെ പല കാര്യങ്ങൾ ഇതിനോടൊക്കെയുള്ള ബന്ധത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ ഇതിങ്ങനെ പറയാനുള്ള കാരണം, ഇന്നലെ വൈകിട്ട് നടന്നൊരു മീറ്റിങ്ങിൽ അതിശക്തമായിട്ട്, അത് റെക്കോർഡ് ചെയ്യേണ്ട മെസ്സേജായിരുന്നു, നാളെ ഒന്നും പറഞ്ഞാൽ അത്ര ഒക്കുമെന്ന് എനിക്കറിയില്ല, അതിശക്തമായൊരു മെസ്സേജാണ് പരിശുദ്ധാത്മാവ് തന്നത്. ഈ അടുത്ത സമയത്തൊന്നും വെളിപ്പെടാത്ത രീതിയിലുള്ളൊരു മെസ്സേജ്. ചെറിയൊരു കൂട്ടമായിരുന്നു. ആ ചെറിയ കൂട്ടത്തിൻ്റെ നടുവിലെ ഈ വിഷയങ്ങൾ ഞാൻ സവിസ്തരം പ്രതിപാദിച്ചു. പാപം, കല്യാണം, പാപത്തിൽ നമുക്ക് ലഭിച്ച അസാധാരണ വിടുതൽ ഓർക്കുമ്പോൾ അതിൻ്റെ നേരെ കൊണ്ടുപോയി ഞാൻ വിവാഹം. അപ്പോൾ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ശേഷം മനുഷ്യരുടെ വിവാഹമുണ്ട്, വീണ്ടെടുക്കപ്പെട്ടവരുടെ വിവാഹമുണ്ട്. ശേഷം മനുഷ്യരെന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള സകല മനുഷ്യരും, അവരുടെ കല്യാണങ്ങളും വീണ്ടെടുക്കപ്പെട്ടവൻ്റെ കല്യാണവും രണ്ടും കൂടെ ഒരുപോലെ പോയാൽ പോരാ. രണ്ടിനും അതിൻ്റേതായ വ്യത്യാസങ്ങൾ വേണം. അത് ഞാൻ വചനം വെച്ച് കൊണ്ടുവരാം, അത് ഞാൻ വചനം വെച്ച് പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. പിന്നീട് യൂട്യൂബിലൊക്കെ മെസ്സേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കേൾക്കാൻ ഉത്സാഹിക്കുക. ഭാവി കാലത്ത് നിങ്ങളുടെ തലമുറകളോടൊക്കെയുള്ള ബന്ധത്തിൽ ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കൊടുത്താൽ നല്ലതായിരിക്കും, ആരോഗ്യത്തിന് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ വീണ്ടും ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണ്. പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കേണ്ടതാണ്, ആ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ ആ ശുശ്രൂഷകളൊക്കെ മറന്നിട്ട് അവരുടെ ജോലിയുടെ വിഷയങ്ങളും അവരുടെ ഭൗതിക കാര്യങ്ങളും മറ്റു കാര്യങ്ങൾക്കൊക്കെയായിട്ട് ശുശ്രൂഷകർ സമയം ചെലവഴിക്കുകയാണ്. അവരുടെ പുറകെ നടന്നവരെ പണിയണം. അവർ ദൈവവിഷയത്തിൽ സമ്പന്നരാകണം, അവർ വിശ്വാസത്തിൽ സമ്പന്നരാകണം, അവർ വിശുദ്ധ പർവ്വതത്തിലേക്ക് തന്നെയാണോ യാത്ര എന്നുള്ളത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കണം. അവരുടെ സകല കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ദൈവദാസനുമായി സംസാരിച്ചു. അതായത് ഒരു പ്രമുഖ സംഘടനയിലുള്ള ഒരു ദൈവദാസൻ, അദ്ദേഹം ഹൃദയം തുറന്ന് എന്നോട് സംസാരിക്കുകയായിരുന്നു. ആ സംസാരിക്കുമ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഒരു ദൈവദാസൻ അത് പങ്കുവെച്ചപ്പോൾ വലിയ ഞെട്ടലോടെയാണ് അത് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. അത് ഞാൻ നിങ്ങളോടും കൂടെ പറയുകയാണ്. നിങ്ങൾ അത്രയും ഞെട്ടുമെന്ന് എനിക്കറിയില്ല. അതായത് അദ്ദേഹം പറയുന്നത്, ആ പ്രമുഖ സംഘടനയിൽ അദ്ദേഹം ഇരിക്കുന്ന ആ ചർച്ചിൽ ഈ കല്യാണ സംബന്ധമായ കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറയുക, എന്നെക്കാളൊക്കെ ഒത്തിരി മുതിർന്ന പ്രായമുള്ള ആളാണ്, എൻ്റെ സജി, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇന്ന് ചർച്ചയിൽ പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. പറഞ്ഞാൽ ജനത്തിന് ഇഷ്ടപ്പെടില്ല, അവിടെ കലക്കമാകും. അവർ നേരെ ഡിസ്ട്രിക്ട് പാസ്റ്ററുടെ അടുക്ക പോവും, അവിടെ നിന്ന് നേരെ കൗൺസിലിലേക്ക് പോവും. അപ്പോൾ ആ കൗൺസിലിൽ നമ്മളെ വിളിപ്പിക്കും. ഒരു കാരണവശാലും ഈ കൗൺസിൽ നമ്മുടെ കൂടെ നിൽക്കില്ല, അവരെ വിശ്വാസികളുടെ കൂടെ നിൽക്കുകയുള്ളൂ. കാരണം വിശ്വാസികളുടെ താല്പര്യങ്ങളും ആഗ്രഹങ്ങൾക്കുമാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അവരെ നാളെയും കാണേണ്ടതാണ്. സംഘടനാ സംബന്ധമായി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സംബന്ധമായുള്ള എല്ലാ പിരിവുകൾക്കും പോകേണ്ടത് അവരുടെ അടുക്കലാണ്, പാസ്റ്റർ അടുക്കലല്ല വരേണ്ടത്. അപ്പോൾ ഈ പിരിവുകൾ കാര്യങ്ങൾ അത് തന്നെയല്ല, സീനിയർ സൂപ്രണ്ടന്റ് ഓർ ഓവർസിയർ ഓർ പ്രസിഡന്റ്, ഇവരൊക്കെ ഈ വലിയ കുഞ്ഞച്ചൻ്റെ വീട്ടിലൊക്കെയാണ് പലപ്പോഴും വന്ന് തങ്ങുന്നത്. ഇടത്താവളങ്ങളുണ്ടല്ലോ അവർക്കൊക്കെ പലയിടങ്ങളിലും പല രാജ്യങ്ങളിലും. അപ്പം അങ്ങനെ ആ രാജ്യത്ത് ഇന്നയാളുടെ വീട്ടിൽ വന്ന് താമസിക്കുകയാണ്. അവിടെ 2-3 ദിവസം താമസിക്കുന്നു, പിന്നീട് അവർ തന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്നു, മുന്തിയൊരു കവർ കൊടുത്തു വിടുന്നു, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള അച്ചായൻ്റെ മോളുടെ കല്യാണത്തിന് മോളും മരുമോനും, അതായത്
നമ്മുടെ പുതിയ മണവാളിനും മണവാട്ടിയും കൂടെ ഒരു ഇത്തിരി വൈനൊക്കെ കുടിച്ചെന്നോർത്ത് പാസ്റ്റർ വലിയ ആത്മാവിൽ നിറഞ്ഞ് അയ്യോ 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 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിൽ ഓവർസിയർ ഒന്നും സമ്മതിക്കില്ല, അല്ലെങ്കിൽ സൂപ്രണ്ടന്റ് സമ്മതിക്കില്ല, അല്ലെങ്കിൽ പ്രസിഡന്റ് സമ്മതിക്കില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്മളെ വിലക്കും പല കാര്യങ്ങളിലും. അങ്ങനെ പല കാര്യത്തിലും വിലക്കുകളാ പാസ്റ്ററെ. അതുകൊണ്ട് നമ്മൾ ഒരളവിൽ കൂടുതൽ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ കെട്ടപ്പെട്ട അവസ്ഥയാണെന്ന്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടത് ഏറ്റെടുക്കണം, മനസ്സിലാക്കണം. ആ ഭാരം, ആ ദൈവദാസൻ പറഞ്ഞ കാര്യം. ഇന്നത്തെ പെന്തിക്കോസ് സമൂഹം എന്ന് പറയുന്നതിൽ പ്രബലമായ സംഘടനകളിലാണ് ജനം മുഴുവനും. ഈ സ്വതന്ത്ര സഭകൾ എന്നൊക്കെ പറയുന്നത് കുറച്ചേ ഉള്ളൂ, ബാക്കി ജനമെല്ലാം ആ സംഘടനകളിലാണ്. ആ സംഘടനകളിലെ ശുശ്രൂഷകർ ഒരു 3 വർഷം ഒരു സ്ഥലത്തിരിക്കും. ആ 3 വർഷം അവരുടെ കയ്യിൽ കുറേ മെസ്സേജൊക്കെ ഉണ്ട്, അതൊക്കെയായിട്ട് അവരങ്ങനെ ഉന്തി തള്ളി കൊണ്ടുപോകും. അത് കഴിഞ്ഞ് അവർ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇവിടെ പണികളൊന്നും നടക്കുന്നില്ല, വെട്ടുകുഴിയിൽ വെച്ച് കല്ലിന്റെ കുറവ് തീർക്കുന്നില്ല. ഈ കല്ലിൽ പണികൾ നടക്കുന്നില്ലെന്നേ. പണ്ടെങ്ങോ വെട്ടിയെടുത്തുകൊണ്ട് ഈ ഇട്ടിരിക്കുന്ന കല്ലാണ്. ഇപ്പൊ ആ കല്ലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞും മഴയും കൊണ്ട് പായൽ പിടിച്ച് കിടക്കുകയാണ് ഈ കല്ല്. പണ്ടെങ്ങോ വെട്ടിയെടുത്തുകൊണ്ട് വന്ന് ഇട്ടിരിക്കുന്ന കല്ലാണിത്. ആ കല്ലിൽ യാതൊരു പണികളും നടക്കുന്നില്ല, ചുറ്റിക വീഴുന്നില്ല, ഉളി അതിനകത്ത് വരുന്നില്ല, പിന്നെ അരം അതിനകത്ത് വരുന്നില്ല, മഴു അതിനകത്ത് വരുന്നില്ല. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഈ കല്ലിൽ നടക്കുന്നില്ല. ഈ കല്ല് അങ്ങനെ ആ മൂലയ്ക്ക് കിടപ്പുണ്ട്. ഞായറാഴ്ച ഈ കല്ല് ഉരുണ്ട് വരും. ഈ ഓർഗന്റെ ശബ്ദം കേൾക്കുമ്പോൾ കല്ല് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇങ്ങനെയൊന്ന് കാണിക്കും. അങ്ങനെയല്ലോ, ഇങ്ങനെയല്ലേ, ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കും. അത് കഴിഞ്ഞ് 1 മണിയാകുമ്പോൾ കല്ല് ഉരുണ്ട് പോകും. പിന്നെ ആ പഴയ സ്ഥലത്ത് പോയി കിടക്കും, മഞ്ഞും മഴയും കൊണ്ട് പായൽ പിടിച്ച് അവിടെ കിടക്കും. ഈ കല്ലെല്ലാം വിചാരിക്കുന്ന എന്താ, കാഹളം നനിക്കുമ്പോൾ ഞങ്ങൾ പറന്നുപോയി പുതിയ യെരൂശലേമിന്റെ കല്ലായിട്ട് മാറുന്ന. ഒരിക്കലുമില്ല, സാധ്യമല്ലാതെ. ഈ കല്ലുകളൊന്നും പറക്കാനുള്ള കല്ലുകളല്ല. ചില കല്ലുകളിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ തട്ടുമുട്ടൊക്കെ കിട്ടുന്നുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന കല്ലുകളും അങ്ങനെ തന്നെ കിടക്കുകയാണ്. ശുശ്രൂഷകർ അവരുടെ ദൗത്യത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ പല ദൈവദാസന്മാർ എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പല ദൈവദാസന്മാരും. അപ്പൊ ഞാൻ അവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്നും തിരിച്ചു പറഞ്ഞിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? അവരുടെ മേലുള്ള അഭിഷേകത്തിന്റെ ഒരു കുറവ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവരുടെ മേലുള്ള അഭിഷേകം ജ്വലിക്കുകയാണെങ്കിൽ, അവരെ അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ സംഘടനയോട് ഗുഡ് ബൈ പറയേണ്ടി വരും. ഞാനൊരു പ്രമുഖ സംഘടനയിലുള്ളൊരു വ്യക്തിയാണ് സഹോദരങ്ങളെ. പക്ഷെ ഞാനിന്നൊരു ശുശ്രൂഷകൻ എന്ന നിലയിൽ നിൽക്കുന്നത് ആ സംഘടനയുടെ ലേവലിലല്ല. ഞാൻ സ്വതന്ത്രമായി നിന്ന് കർത്താവിന്റെ വചനം പങ്കുവയ്ക്കുന്നു. പക്ഷെ ആ സ്വതന്ത്രമായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ബോധ്യമുണ്ട്. പല സീനിയർ ദൈവദാസന്മാരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അവരുടെയൊക്കെ ശിക്ഷണവും അവരുടെയൊക്കെ ശാസനയും ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ്. സീനിയറായിട്ടുള്ള ദൈവദാസന്മാരുടെ ശിക്ഷണവും ശാസനയും. അല്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റാം, നമുക്ക് അബദ്ധങ്ങൾ പറ്റാം, വഴിമാറി സഞ്ചരിക്കാം. അങ്ങനെ സംഭവിച്ചാൽ നമ്മളെ കറക്റ്റ് ചെയ്യാനും ട്രാക്കിലേക്ക് പിടിച്ചു നിർത്തുവാനും ഒക്കെ നമ്മുടെ ചുറ്റും ദൈവദാസന്മാരും ദൈവമക്കളൊക്കെ ആവശ്യമാണ്. പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ഒറ്റയാൾ കളികളില്ല. ഞാൻ സ്വതന്ത്രമായി നിൽക്കുന്നു എന്ന് പറയുന്ന ആശയം, ഞാനറിഞ്ഞ സത്യങ്ങളും ഞാനറിഞ്ഞ വെളിപ്പാടുകളും സഭയെന്ന മർമ്മം, അതിൻ്റെ ആഴങ്ങൾ എനിക്ക് സ്വാതന്ത്ര്യത്തോടെ പങ്കുവെക്കണം. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എത്ര തുറന്നാ സംസാരിച്ചത്, ഇതാണ് സത്യമെന്ന്. എനിക്ക് ഒരു IPC ചർച്ചിലോ AG ചർച്ചിലോ ഷാരോനിലോ ചർച്ച് ഓഫ് ഗോഡിലോ ഒക്കെ ചെന്ന് നിന്നിട്ട് ഒരു പുതിയ നിയമ വിശ്വാസി ഗ്രഹിച്ചിരിക്കേണ്ട ഒരു സത്യമാണ്, തനിക്ക് വേണ്ടി ലഭിക്കപ്പെട്ടിട്ടുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് യേശുക്രിസ്തു മാത്രമാണ്. തനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നന്മ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് മാത്രമാണ്. ഈ ഭൂമിയിൽ താൻ അന്യനും പരദേശിയുമാണ്. താനൊരു യാത്രക്കാരനാണ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. നാം പാളയത്തിന് വെളിയിൽ ക്രിസ്തുവിന്റെ നിന്ന വഹിക്കേണ്ടവരാണ്. അത് മാത്രമോ, നമ്മൾ ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കേണ്ടവരല്ലേ? ദ്രവ്യാഗ്രഹ സകലവിധ ദോഷത്തിനും മൂല കാരണമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ സംഘടനയിൽ ഏതെങ്കിലും ഒരു സംഘടനയിൽ എന്നെ 1 മാസം പാസ്റ്ററായിട്ട് ഇരുത്തുവോ? ഓടിക്കില്ലേ അവര്? 1 മാസം പോലും ഇരിക്കാൻ കഴിയില്ലെന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അങ്ങനെ പറയുന്ന ദൈവദാസന്മാർ അവിടെ ഇവിടങ്ങളിലുണ്ട്, വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ സംഘടനകളിൽ തന്നെ പെട്ട ദൈവദാസന്മാർ പറയുന്നവരുണ്ട്. പക്ഷേ ആ ദൈവദാസന്മാരെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അവരവരുടെ ചർച്ചിൽ മാത്രം പ്രസംഗിച്ച് അവസാനിക്കുന്നവരാ. അവരെ ആ സംഘടനയിലുള്ള മറ്റ് ചർച്ചുകാരൊന്നും വിളിക്കുകയോ അവരുമായിട്ട് ഫെലോഷിപ്പ് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം അവരെ തീവ്രവാദികളെന്നോ ദുശാഠ്യക്കാരെന്നോ വേറെ പല ലേബലും കൊടുത്തായിരിക്കും അവര് കാണുന്നത്. പല ലേബലിലേക്കും അവരെ കൊണ്ടുവരും. സത്യത്തിന് വേണ്ടി, സത്യവചനത്തിന് വേണ്ടി നിൽക്കുന്നവരെ കുറിച്ച് ഭൂരിപക്ഷം വരുന്നവര്
അവർ ചാർത്തി കൊടുക്കുന്ന ചില കിരീടങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് പലരും അങ്ങനത്തെ റിസ്ക് എടുക്കില്ലെന്നേ. അവരാ 3 കൊല്ലം സമാധാനമായി ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഈ 3 വർഷം കൊണ്ട് കുറേ കല്യാണങ്ങൾ നടത്താം. അതിനിടയിൽ കുറേ മരണങ്ങൾ സംഭവിക്കും, കുറേ വീട് കയറി താമസങ്ങൾ ഉണ്ടാവും, പിന്നെ ചില കാര്യങ്ങളുണ്ടാവും. ഇതിനിടയ്ക്ക് പാസ്റ്റർ ചിലപ്പോൾ ഒരു 6 മാസത്തേക്ക് ഒരു വിദേശയാത്ര തരപ്പെടുത്തും, അല്ലെങ്കിൽ ഒരു 3 മാസത്തേക്ക് വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകും. ഇങ്ങനെയൊക്കെ ആയിട്ട് 3 വർഷം തികഞ്ഞു പോകും. കല്ലുകൾ അവിടെ തന്നെ കിടക്കും. കല്ലുകളിൽ യാതൊരു പരിപാടിയും നടക്കുന്നില്ല. അപ്പോൾ ശരിയായ ശുശ്രൂഷകൾ നടക്കുന്നില്ല. ശുശ്രൂഷകർ ആ അഭിഷേകത്തിലല്ല. സംഘടനകളെയൊക്കെ നിയന്ത്രിക്കുന്ന സ്പിരിറ്റുണ്ട്. ഈ മത്സരത്തിൻ്റെ സ്പിരിറ്റ് ഉണ്ടല്ലോ, പാനലുകളുടെ സ്പിരിറ്റുകൾ, അങ്ങനെ പല സ്പിരിറ്റുണ്ട്. ആ സ്പിരിറ്റുകൾ ഈ ശരിയായ സത്യവചനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ദൈവദാസന്മാരുടെ ശുശ്രൂഷകളെയും കാര്യങ്ങളെയൊക്കെ അടിച്ചമർത്തും. അതിനെങ്ങനെ അമർത്തി വെക്കും, അനങ്ങാൻ സമ്മതിക്കില്ല. അതിനിടയിലാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ പോലെയുള്ള ആളുകളെ ഇങ്ങനെ വിളിച്ച് എഴുന്നേപ്പിച്ചിരുത്തിയിട്ട് പറഞ്ഞോളാൻ പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളാണ് പിന്നത്തേതിൽ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ അപ്ലോഡ് ചെയ്യുന്നു. 1000 കേൾക്കുന്നു, ചിലത് 10000 കേൾക്കുന്നു. ചിലപ്പോൾ അധികം പേര് കേട്ടില്ലെന്നിരിക്കും, ചിലപ്പോൾ അധികം പേര് കേട്ടെന്നിരിക്കും. ധാരാളം ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. ഉയ്യോ, ഇങ്ങനെയൊക്കെ ആയിരുന്നോ കാര്യങ്ങൾ, ഇങ്ങനെയായിരുന്നോ കാര്യങ്ങൾ, ഇപ്പോഴാണ് തിരിഞ്ഞത്, ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഒരു പ്രമുഖമായ സംഘടനയിലെ ഒരു പ്രസിദ്ധമായ ഒരു സഭയിലെ ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം രാവിലെ എന്നെ വിളിക്കുക. എന്നെ അറിയാം, ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളതാ. അദ്ദേഹം എന്നോട് പറയാണ്, എൻ്റെ പാസ്റ്ററെ കഴിഞ്ഞ ദിവസം ഞാൻ ആ പ്രസംഗം കേട്ടു. ഏത് പ്രസംഗമാണ് ബ്രദറെ? അതായത് പാസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഈ മനയും കാടയും കുറിച്ച്, അത് ഇപ്പോഴാണ് ശരിക്കും കണ്ണു തുറന്നത്. ഞാൻ ധരിച്ചത് മനയും കാടയും സമാസമം കിട്ടും എന്നുള്ളതാണ് ധരിച്ചിരുന്നത്. പക്ഷെ ആ പ്രസംഗത്തിലൂടെ പറയായിരുന്നു, മന്ന മതി, നമുക്ക് കാട വേണ്ട, പ്രാണന് ക്ഷയം വരാൻ സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് കാട വേണ്ട, ജഡാഭിലാഷങ്ങളൊന്നും വേണ്ട, നമുക്ക് ദൈവഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവ വഴിയിലൂടെ സഞ്ചരിക്കാം എന്നുള്ള ആ ആഹ്വാനം കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊന്ന് മാറി ചിന്തിച്ചു പാസ്റ്ററെ. നോക്കണം, അദ്ദേഹം ഒരു പാസ്റ്ററുടെ മകനാണ്. തൻ്റെ ചെറുപ്രായം മുതലേ പെന്തക്കോസ്ത് അനുഭവത്തിൽ സഞ്ചരിക്കുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹം ഒരു ആത്മാർത്ഥതയുള്ളവനായതുകൊണ്ടാണ് ആ സത്യം തുറന്നു പറഞ്ഞത്. ചിലരൊന്നും പറയില്ല, അത് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഞാൻ ധരിച്ചിരുന്നത് ഈ കാട ലോഡ് കണക്കിന് തരും എന്നാണ്, പക്ഷെ അത് അപകടമാണെന്നുള്ളത് ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. നെല്ലും പതിരുമൊക്കെ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ചർച്ചകളിൽ പ്രസംഗിക്കപ്പെടുന്നില്ല. ചർച്ചകളിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സ്ത്രീ പുരുഷന്മാർ കോപിക്കും, അല്ലേ? ലോക്കൽ ചർച്ചിലെ പാസ്റ്റർ മന്ന മാത്രം മതി, നമുക്ക് കാട വേണ്ടെന്ന് പറഞ്ഞാൽ അപ്പം ട്രാൻസ്ഫർ കിട്ടും. അവിടുത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും ഇടയും. ഈ പാസ്റ്റർക്ക് എന്താ ഇറച്ചിയോടും ഇറച്ചിക്കലങ്ങളോടും ഇത്ര ദേഷ്യം? ഞങ്ങൾ 6 ദിവസം അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് 7-ാം ദിവസം വരുമ്പോൾ ഇത്തിരി നേരം ഇറച്ചിക്കലങ്ങളുടെ ചോട്ടിൽ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ എന്ത് പ്രസംഗമായി പ്രസംഗിക്കുന്നത്? ഇങ്ങേർക്ക് മന്ന മാത്രം മതി, ഇങ്ങേരും ഇങ്ങേരുടെ ഭാര്യയും കൂടെ മന്ന തിന്നുകൊണ്ട് പൊക്കോ. ഞങ്ങൾക്ക് മന്നയും വേണം, കാടയും വേണം. താങ്കൾക്ക് ഞങ്ങൾ ട്രാൻസ്ഫർ മേടിച്ചു തരും, മറ്റേ പാസ്റ്ററെ ഞങ്ങൾ വരുത്തും. ഏത് പാസ്റ്ററെ? ഞങ്ങൾക്ക് ഇഷ്ടം പോലെയല്ലേ, അയാളെ ഞങ്ങൾ അടുത്ത ട്രാൻസ്ഫറിലൂടെ കൊണ്ടുവരും. സഹോദരങ്ങളെ, ഞാൻ ചുരുക്കി പറയുകയാണ്, ഇതാണ് അവസ്ഥ. അപ്പം ഞാൻ മറ്റൊരു ദേവദാസനുമായിട്ട് സംസാരിക്കുകയാണ്. അതെന്താ നിങ്ങളുടെ ഈ പയ്യനിങ്ങനെ ഈ കല്യാണത്തിന് ഇങ്ങനെ വന്നത്, പൊടി പറപ്പിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിച്ചു. കുതിരപ്പുറത്ത് ഇങ്ങനെ 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 പൊടി പറപ്പിച്ചുകൊണ്ട്. അങ്ങനെയല്ലല്ലോ അവൻ വരേണ്ടത്, പിന്നെ എങ്ങനെയാണ് വരേണ്ടതെന്നാണ് വിളി ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ സാധാരണ കല്യാണങ്ങളോടൊക്കെയുള്ള ബന്ധത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട യൗവനക്കാരത്തികളും വിവാഹത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ തലയാഴ്ചയിലോ അതിന് മുൻപുള്ള ദിവസങ്ങളിലൊക്കെയുള്ള മെസ്സേജിൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ വളരെ കൃത്യമായി അവരെ പറഞ്ഞു കേൾപ്പിക്കാറുണ്ട്. നിങ്ങൾ യെശയ്യാ പ്രവാചന പുസ്തകം 53-ാം അധ്യായം ധ്യാനിച്ചുകൊണ്ട് വരണം. ദൈവത്തിൻ്റെ ജനം നിരന്നിരിക്കുന്ന ആ സദസ്സിൽ, ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ ഇരിക്കുന്ന വേദിയിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ വചനം ധ്യാനിച്ചുകൊണ്ട് വേണം വരാനായിട്ട്. ഈ നിയുക്ത മണവാട്ടി സഭയുടെ നിഴലാണ്, ഈ നിയുക്ത മണവാളൻ ക്രിസ്തുവിൻ്റെ നിഴലാണ്. അപ്പോൾ അവിടെ വന്നിട്ടുള്ള സകല ജനങ്ങൾക്കും, മറ്റു വിജാതിയരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അവർ നോക്കുമ്പോൾ ഈ ചെറുക്കൻ സിനിമാ നടനെ പോലെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കോമാളിയെ പോലെ അങ്ങനെയല്ല വരേണ്ടത്. അങ്ങനെയൊന്നും അല്ലെന്നേ വരേണ്ടത്. അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു തേജസ് വെളിപ്പെടണം. അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ അവൻ ആരെയാണ് റെപ്രസെൻ്റ് ചെയ്തത്? ക്രിസ്തുവിനെയാണ് റെപ്രസെൻ്റ് ചെയ്തത്. അവൻ്റെ മേലൊരു അഭിഷേകം ഉണ്ടായിരിക്കണം. അവൻ്റെ മുഖത്ത് തന്നെ ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കണം. ഞാൻ ആരെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ള ആ ബോധ്യത്തിലാണ് അവൻ നടന്നു കയറി വരേണ്ടത്. അവൻ കടന്നു വരുന്നത് ദൈവസന്നിധിയിലേക്കാണ്. സന്നിധി ബോധം ഉണ്ടായിരിക്കണം.
വീഡിയോ ക്യാമറക്കാരന്റെ വാക്കുകൾക്കല്ല അവൻ ചലിക്കേണ്ടത്. അവനെ ആ വേദിയിലേക്ക് കൊണ്ടുവരേണ്ടത് പരിശുദ്ധാത്മാവാണ്. പാപത്തിന്റെ പടുകുഴി കിടന്ന് അവനെ ഉദ്ധരിച്ചു കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവാണ്. അവന്റെ കണ്ണ് തുറന്നു കൊടുത്ത് അവനെ ബോധ്യങ്ങളിലേക്ക് നയിച്ചത് അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് അവനെ മുൻപോട്ട് നയിക്കുന്നത്. അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് അവന്റെ ജീവിതത്തിലെ ഈ ഒരു ഘട്ടത്തിൽ അവനെ വിവാഹവേദിയിലേക്ക് നടത്തിക്കൊണ്ട് വരേണ്ടത്. അല്ലാതെ 2 ലക്ഷമോ 3 ലക്ഷമോ കൊടുത്ത് വിളിച്ചു വരുത്തിയിരിക്കുന്ന ക്യാമറ സംഘമല്ലെന്നേ അവനെ നിയന്ത്രിക്കേണ്ടത്. ക്യാമറ സംഘമാണ് അവനെ നിയന്ത്രിക്കേണ്ടത്. അവളെ നിയന്ത്രിക്കേണ്ടത് ക്യാമറ സംഘമാണോ? അവരുടെ രീതിയിലാണോ ഈ നിയുക്ത മണവാട്ടി ഒരുങ്ങി വരേണ്ടത്? നാളെ പറയാൻ പറ്റത് ഇന്ന് തന്നെ പിന്നെയും കയറി വരുവാണോ? അവരുടെ രീതിയിലാണോ നിയുക്ത മണവാട്ടി ഒരുങ്ങി വരേണ്ടത്? ഒരു വേർപെട്ട പെൺകുട്ടി, നമ്മൾ പറയുമ്പോൾ പെന്തിക്കോസുകാരി എന്ന് പറയും, മറു സൈഡിൽ ബ്രദറുകാരൊക്കെ ഉണ്ട്, അവരെ എവിടെ നിർത്താം. അവരുടെ കാര്യം നമ്മളിപ്പോൾ പറയുന്നില്ല, കാരണം അവരുടെ ഇടയിൽ അവരുടെ ശുശ്രൂഷകരുണ്ട്, അവർ പറഞ്ഞോളൂ. നമുക്ക് നമ്മുടെ ഇടയിലെ കാര്യം പറയാം. വേർപെട്ട ദൈവജനത്തിന് ഇടയിലെ ഒരു പെൺകുട്ടി, വിശേഷിച്ചൊരു പെന്തിക്കോസുകാരി, അങ്ങനെ ഒരു പെൺകുട്ടി വിവാഹ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ അവർ കടന്നു വരുന്ന ദൈവസന്നിധിയിലേക്കാണെന്നുള്ള ബോധ്യത്തിൽ വരണം. അവിടെ ദൈവത്തിന്റെ ദാസന്മാരിരിപ്പുണ്ട്, അവിടെ മാതാപിതാക്കളുണ്ട്, സദസ്സുണ്ട്. സദസ് എന്ന് പറഞ്ഞാൽ മാന്യന്മാരുടെ ഒരു സംഘമല്ലേ, വിശുദ്ധന്മാരുടെ ഒരു സംഘമല്ലേ? അവരുടെ നടുവിലേക്കാണ് കടന്നു വരുന്നത്. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ പോലെ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കേണ്ടതുണ്ട്. സഭ എന്താണെന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാകേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ കടന്നു വരുന്ന ആ പെൺകുട്ടിയുടെ ചുണ്ടില് പ്രത്യേകിച്ച് ചായ ഒന്നും തൂക്കേണ്ട ആവശ്യമില്ല. പെന്തിക്കോസുകാരി പെണ്ണിന്റെ ചുണ്ടിൽ എന്തിനാ ചായ തൂക്കുന്നത്? ഇവിടെ ഒത്തിരി സഹോദരിമാരിപ്പുണ്ടല്ലോ, എല്ലാ സഹോദരിമാരും കേൾക്കിയാ പറയുന്നത്. നിങ്ങളാരും അങ്ങനെ ചെയ്യുന്നവരല്ല, പക്ഷെ നിങ്ങളുടെ എല്ലാം കയ്യിൽ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർ വളർന്നു വരികയല്ലേ. അതുകൊണ്ട് ദൈവദാസൻ എന്നുള്ള നിലയിൽ ഞാൻ ഇന്നേ പറയുകയാണ്, അവരവരുടെ ആ നാച്ചുറൽ ബ്യൂട്ടിയിൽ തന്നെ കടന്നു വരട്ടെ. അലക്കി കുളിച്ച് വൃത്തിയായിട്ട് വിവാഹവേദിയിലേക്ക് വരട്ടെ. ഈ പറയപ്പെട്ട മണവാളൻ ചെറുക്കൻ പെണ്ണ് കാണാൻ വന്നൊരു ദിവസം ഉണ്ടല്ലോ, പെണ്ണ് കാണാൻ വന്നപ്പോ ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങി ചുണ്ടത്ത് ചായ തൂത്തിട്ടാണോ ഈ ചെറുക്കന്റെ മുമ്പിൽ പോയി നിന്ന് കൊടുത്തത്? അല്ലല്ലോ. ഒന്ന് ശ്രദ്ധിക്കണേ. ഈ ചെറുക്കൻ പെണ്ണിനെ കാണാൻ വന്നപ്പോ ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങി റെഡിയായിട്ട് ചുണ്ടത്ത് ചായയൊക്കെ പൂശാവുന്നിടത്തെല്ലാം പൂശി, അങ്ങനെയാണോ ഇവന്റെ മുമ്പിൽ വന്ന് നിന്നത്? അങ്ങനെയൊന്നും അല്ലല്ലോ. നാച്ചുറലായിട്ട് അങ്ങ് വന്ന് നിൽക്കുകയായിരുന്നു. ചെറുക്കൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആ കൂട്ടത്തിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാകും, ചിലപ്പോൾ ചെറുക്കൻ തന്നെയായിരിക്കും വന്നത്, നമുക്കറിയാൻ മേല. അങ്ങനെ ആരെല്ലാമാണോ വന്നിട്ടുള്ളത് അവരുടെ എല്ലാം മുമ്പാകെ കടന്നു വന്നത് എങ്ങനെയോ അങ്ങനെ തന്നെ വിവാഹ നിശ്ചയത്തിന് കടന്നു വന്നാൽ പോരെ? വിവാഹ നിശ്ചയത്തിന് വന്നതുപോലെ തന്നെ വിവാഹത്തിനും വന്നാൽ മതി. വിവാഹത്തിന് വരുമ്പോൾ കുറച്ചും കൂടെ ഗമ വേണ്ടതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വിവാഹവേദിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഏറ്റവും മനോഹരമായ നിലയിൽ തന്നെ വരണം. ആ മനോഹരമായ നിലയിലേക്ക് നമ്മൾ പറയുന്ന നിയുക്ത മണവാട്ടിയെ അല്ലെങ്കിൽ നിയുക്ത വധുവിനെ അണിയിച്ചൊരുക്കി കൊണ്ടുവരേണ്ടത് വിശുദ്ധമതികളായ സഹോദരിമാരാണ്. ഈ ദിവസത്തിനൊരു പ്രാധാന്യമുണ്ട്. എന്താ പ്രാധാന്യം എന്ന് പറയുന്നത്, ഇത് കുഞ്ഞാടിന്റെ കല്യാണത്തിന്റെ നിഴൽ പോലെ നടക്കുന്നൊരു കല്യാണമാണ്. ഈ കല്യാണത്തിൽ സഭയെയും ക്രിസ്തുവിനെയും റെപ്രസെന്റ് ചെയ്താണ് ഇവർ രണ്ടുപേരും കടന്നു വരുന്നത്. അങ്ങനെ ഒരു പ്രാധാന്യം അതിനുണ്ട്. ഈ മണവാളനും ഈ മണവാട്ടിയൊക്കെ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകും. അപ്പോൾ ഡോക്ടർമാർ അവരെ നോക്കും, നഴ്സുമാർ ഇഞ്ചക്ഷൻ വയ്ക്കും, അതൊക്കെ ശരിയാ. പക്ഷെ ഇന്നേ ദിവസം എന്ന് പറയുന്നത് അതുപോലെയല്ല. ഇന്നേ ദിവസം അവർ ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുകയാണ്, സഭയെ റെപ്രസെന്റ് ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോൾ അവരെ വിശുദ്ധമതികളായ സഹോദരിമാരാണ് ഒരുക്കേണ്ടത്. നമ്മൾ പറയുന്ന നമ്മുടെ നിയുക്ത മണവാട്ടിയെ വിശുദ്ധമതികളായ സഹോദരിമാരെ ഒരുക്കണം. ദൈവത്തിന്റെ ദാസന്മാരുടെ ഭാര്യമാരോ അവിടുത്തെ വിശ്വാസികളോ ഒക്കെ ആയ സഹോദരിമാര് അവളെ ഒരുക്കിക്കൊണ്ട് വരണം. കാരണം അവൾ ആരാ? പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം വസിക്കുന്ന മന്ദിരമാണത്. ഇപ്പൊ ഒരു വിശേഷപ്പെട്ട നിമിഷവും കൂടെയാണ്. സഭയെ റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. ഒരു പൊതു സദസ്സിന്റെ മുമ്പാകെ സഭയെ റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. അവിടെ അക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ള ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു നാമധേയ ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ള ഒരു സ്ത്രീയോ ഒന്നുമല്ല ഈ പെൺകുട്ടിയെ ഒരുക്കേണ്ടത്. അവർക്ക് ദൈവഭയമില്ല, ദൈവത്തെക്കുറിച്ചൊരു ചിന്തയില്ല. അവർ കാണുന്ന ചായയൊക്കെ വാരിപ്പൂശി അവർക്ക് തോന്നുന്നത് പോലെ ഒരു കോലം കെട്ടിച്ച് ചിലപ്പോൾ കൊണ്ടുവരും. ലോകക്കാരുടെ കണ്ണിൽ ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും, ലോകക്കാരുടെ കണ്ണിൽ വലിയ അട്രാക്ഷൻ ആയിരിക്കും. പക്ഷെ ജീവനുള്ള ദൈവത്തിന്റെ ജനം, അവന്റെ ദാസന്മാർ കാണുമ്പോൾ അവർക്ക് അരോചകത്വം തോന്നും. അവർ ഈ പുസ്തകപ്രകാരം കാണുന്ന ചില
സൗന്ദര്യ സങ്കല്പങ്ങൾ അവർക്കുണ്ട്, ചില ബോധ്യങ്ങളുണ്ട്. അവിടെ സാറയെക്കുറിച്ചും റുബേക്കയെക്കുറിച്ചും ലേയെക്കുറിച്ചും റൈച്ചലിനെ കുറിച്ചും ഒക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. പഴയ നിയമ ഭക്തന്മാരുടെ ഭാര്യമാരുടെ കാര്യമാണ് പറഞ്ഞത്. ആ കാലത്ത് പോലും അവര് ദൈവത്തിന്റെ ഹിതപ്രകാരം സഞ്ചരിച്ചു. സാറയെക്കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്ന പുതിയ നിയമത്തിലാ. സാറ എങ്ങനെയുള്ള ആളായിരുന്നു, സാറയുടെ ക്യാരക്ടർ എന്തായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ സ്ഥാനത്ത് നമ്മൾ നമ്മുടെ തലമുറകളൊക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ഇപ്പൊ പലരും ചിന്തിക്കുകയായിരിക്കും, നാടോടുമ്പോ നടുവയോടിയാ പോരെ, ഇങ്ങനെയൊക്കെ നടക്കുന്ന കാര്യമാണോ? നടക്കണം, നടക്കണം, ഇങ്ങനെയൊക്കെ നടക്കണം, ഇങ്ങനെയൊക്കെ നടക്കണം. ഇങ്ങനെ വരുന്ന നിയുക്ത മണവാട്ടി അവൾ ചിന്തിക്കണം, തന്റെ ബ്ലൗസ് എത്രത്തോളം വെട്ടി ഇറക്കണം എന്ന് അവൾക്ക് ഉത്തമ ബോധ്യം വേണം. അവളുടെ ബ്ലൗസിന്റെ ബാക്കിൽ എത്രത്തോളം വെട്ടി ഇറക്കണമെന്ന് അവൾക്ക് നല്ല ബോധ്യം വേണം, നല്ല ബോധ്യം വേണം. നമ്മുടെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ദൈവസന്നിധിയിലേക്ക് വരുന്ന മണവാളനാകട്ടെ മണവാട്ടിയാകട്ടെ ഭയത്തോടും പുറകിലോടും കടന്നു വരണം. ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയാണ്, ദൂതന്മാരുടെ സാന്നിധ്യമാണ് അവിടെ, ദൂതന്മാരുടെ സാന്നിധ്യം. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് തോന്നിയതുപോലെ ഒന്നും വരാൻ പാടില്ല. നിങ്ങൾക്കൊന്നും എന്നോട് കോപം തോന്നരുത് കേട്ടോ. ഇപ്പൊ പല പ്രിയപ്പെട്ടവരും ചിന്തിക്കുകയായിരിക്കും, പാസ്റ്റർ സുവിശേഷം പറഞ്ഞ ആളുകളെ വിശ്വാസി കൊണ്ടുവന്നു, പാസ്റ്റർക്ക് അവരെ സ്നാനപ്പെടുത്തി, പിന്നെ പ്രസംഗിച്ച് മുന്നോട്ട് പോയാൽ പോരെ? ബ്ലൗസ് തയ്ക്കുന്നതും പാൻറ് തയ്ക്കുന്നതും അതിന്റെ ബട്ടൺസ് ഇടുന്നതും ഒക്കെ പാസ്റ്റർ എന്തിനാ ഇതിലൊക്കെ തലയിടുന്നതെന്നാണ് പലരും ചോദിക്കുന്നത്. ഇപ്പോൾ ഈ സംസാരം ഇങ്ങനെ ടേൺ ചെയ്തതിന്റെ കാരണം മനസ്സിലായോ? ഇവിടുത്തെ പ്രമുഖമായ സംഘടനകളിലുള്ള ദൈവദാസന്മാര് സീനിയർ ആകട്ടെ ജൂനിയർ ആകട്ടെ ആർക്കും പറയാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അവരുടെ ചർച്ചകളിൽ പറയാൻ പറ്റത്തില്ല. വളരെ വിരലിലെണ്ണാവുന്ന ദൈവദാസന്മാർ മാത്രമേ പറയൂ. ചില പ്രസിദ്ധരായവരെ നമുക്കറിയാലോ, അവർ ഈ കൺവെൻഷനുകളിലൊക്കെ ഇങ്ങനെ ചിലതൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതല്ലാതെ വ്യക്തിപരമായി അവരുടെ വിശ്വാസികളെ ടീച്ച് ചെയ്യുന്ന നിലയിലേക്ക്, പഠിപ്പിക്കുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ അമർച്ചയായി ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന നിലയിലേക്ക് വരാൻ കഴിയില്ല. ശുശ്രൂഷകർ ആ ട്രാക്കിൽ നിന്നേ പോയി സഹോദരങ്ങളെ. അവിടെയാണ് ഞാൻ ഈ കാര്യങ്ങളെ തുറന്നു പറയുന്നത്. നിയുക്ത മണവാട്ടിയുടെ ഡ്രസ്സ്, നിയുക്ത മണവാളന്റെ ഡ്രസ്സ്, അവർ നടന്നു വരുന്നതും അവരുടെ കാര്യങ്ങളും ഒക്കെ. ഞാനൊരു 2 വർഷം മുമ്പ് ഒരു കല്യാണം നടത്തി. ആ കല്യാണ സമയത്ത് ഞാൻ സാധാരണ കല്യാണത്തിന് പ്രസംഗിക്കുന്ന ചില പ്രസംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, നിന്റെ കുടുംബജീവിതം ധന്യമാകാനുള്ള 7 പോയിന്റ്സ്, പിന്നെ 2 പേരും കൂടെ മുന്നോട്ട് പോകാനുള്ള 12 ടിപ്സ്, ഇതൊക്കെയാണ് സാധാരണ പറയാറ്. ഞാനൊരു ടിപ്സും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ആകെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഈ മണവാള ചെറുക്കിനോട് അധികം ഒന്നും സംസാരിക്കാൻ സമയം കിട്ടിയില്ല, പല ബന്ധപ്പാട് കാരണം. പക്ഷെ കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഈ മണവാള ചെറുക്കിനെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് നമ്മുടെ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട്. അതായത് 1 കൊരിന്ത്യർ ലേഖനം 1:29 പറഞ്ഞതുപോലെ ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാൻ പാടില്ല. ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാൻ പാടില്ല. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് തൊട്ട് താഴെയുള്ള വാക്യം 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ബലിപീഠമാണ് വെളിപ്പെടുന്നത്. ബലിപീഠമാണ് വെളിപ്പെടുന്നത്. ആ ബലിപീഠത്തെ ഞാൻ ഗലാത്യ ലേഖനം 6:14 കൊണ്ടുപോയി കണക്ട് ചെയ്യും. അതായത് എനിക്ക് എൻ്റെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുന്ന്. ഏത് മണവാളനായിക്കൊള്ളട്ടെ, ഏത് മണവാട്ടി ആയിക്കൊള്ളട്ടെ, അത് അമേരിക്കയിൽ നിന്ന് വന്നതോ, ഗൾഫിൽ നിന്ന് വന്നതോ, ഓസ്ട്രേലിയയിൽ നിന്ന് വന്നതോ, ഏത് അന്റാർട്ടിക്കയിൽ നിന്ന് വന്നതോ ആയിക്കൊള്ളട്ടെ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണെങ്കിൽ അവർക്ക് ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. മണവാള ചെറുക്കൻ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നവനാ, മണവാട്ടി പെങ്കച്ച് ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നവളുടെ ബ്ലൗസൊക്കെ വെട്ടിയിറക്കുന്നതും വെട്ടിക്കേറ്റുന്നതും ഒക്കെ തയ്യൽക്കാരന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല നമ്മൾ പറഞ്ഞു കൊടുക്കണം, എന്റേത് ഇങ്ങനെ ആയിരിക്കണമെന്ന്. അപ്പൊ ക്രൂശിക്കപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന മണവാളനാകട്ടെ മണവാട്ടിയാകട്ടെ അവരവരുടെ കാര്യങ്ങളിലൊക്കെ ഉത്തമ ബോധ്യം വേണം. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിലൊക്കെയുള്ള ചില വിവാഹങ്ങളെയൊക്കെ ശ്രദ്ധിക്കുക. അവിടെ ചില ആളുകൾ തമ്മിൽ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ നമ്മൾ പറയുന്ന മണവാളൻ എന്നൊന്നും പറഞ്ഞില്ലേ പോലും, കല്യാണം കഴിക്കുന്ന ആ ചെറുക്കനും കല്യാണം കഴിക്കുന്ന പെണ്ണും അവരൊക്കെ മുതിർന്നവരായിരിക്കുമല്ലോ, നല്ല മുതിർന്ന ആളുകളായിരിക്കും. അവരങ്ങോട്ടും ഇങ്ങോട്ടും 2 മാലയൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ജയിക്കാൻ്റെയൊക്കെ കൊടുത്ത് അവരുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ഒരു ചായയും ഒരു വടയും കൊടുത്ത് പരിപാടി അവസാനിപ്പിച്ചെല്ലാം പോകുന്നു. അവർ ജീവിക്കുന്നു മുന്നോട്ട്, അവരൊക്കെ ജീവിക്കുന്നുണ്ട്. അങ്ങനെ നടത്തിയ കല്യാണങ്ങളിൽ താളപ്പിഴകളില്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്. എൻ്റെ ഓർമ്മയിൽ വരുന്നത്
നമ്മുടെ പ്രിയങ്കരിയായ ശ്രീമതി KR ഗൗരിയുടെ കല്യാണം TV തോമസുമായിട്ടുള്ള ബന്ധത്തിൽ പിന്നത്തേതിൽ അത് പാർട്ടി ലൈനും ഒക്കെ ആയിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ അതങ്ങനെ അവർ രണ്ട് ധ്രുവത്തിൽ ജീവിക്കേണ്ട സാഹചര്യങ്ങൾ വന്നു. അതിൻ്റെ കാരണം പാർട്ടി അതിനിടയ്ക്ക് രണ്ടായി പിളർന്നു പോയി. അതുകൊണ്ട് അവരുടെ കുടുംബജീവിതം പിളർന്നു പോയെന്നേ ഉള്ളൂ. ആ ആൾക്കാരൊക്കെ ഈ ഭൂമി ജീവിക്കുന്നുണ്ട്. ഇവിടെ എല്ലാ മതക്കാരും ജീവിക്കുന്നുണ്ട്, എല്ലാ ഇസക്കാരും ജീവിക്കുന്നുണ്ട് കല്യാണമൊക്കെ കഴിച്ച്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ജീവിതമാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ഇടയിൽ ഡിവോഴ്സ് കൂടുന്നല്ലോ. ഡിവോഴ്സ് കൂടുന്നതിൻ്റെ കാരണം എന്നാ? ഡിവോഴ്സ് കൂടുന്നതിൻ്റെ കാരണം ഈ പറഞ്ഞ വീണ്ടും ജനനം പ്രാപിച്ചവരെല്ലാം ബഹുഭൂരിപക്ഷം പേരും ആ വീണ്ടും ജനനാനുഭവത്തിൽ നിന്ന് വിശ്വാസ സ്നാനത്തിലേക്ക് വന്ന് ഇപ്പം ഞാൻ ഈ പറഞ്ഞ വചനപ്രകാരമൊക്കെ അവർ ആ ക്രൂശിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കണം. സഹോദരങ്ങളെ, ഞാൻ വിവാഹം കഴിക്കുന്ന ആ ഒരു സമയം വിശ്വാസ വഴിയിലേക്ക് വന്നിട്ട് 1.5 കൊല്ലം എങ്ങാണ്ട് ആയിട്ടുള്ളൂ. ആ 1.5 കൊല്ലം കഴിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ ലോക്കൽ ചർച്ചിലെ പാസ്റ്ററോടും കല്യാണം നടത്താൻ പോകുന്ന പാസ്റ്ററോടും സ്ട്രിക്റ്റായിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കല്യാണ കാര്യങ്ങൾ സിമ്പിളായിരിക്കണം, ഞാൻ ഇന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ, എൻ്റെ ബന്ധുക്കളും എൻ്റെ ബിസിനസ് ലോകത്തുള്ള ആളുകളൊക്കെ വരും, ആ വരുന്ന ആളുകളുടെ മുമ്പിൽ കല്യാണ പ്രസംഗമൊന്നും വേണ്ട, അത് എന്നോട് വേണേൽ പിന്നീട് പറഞ്ഞോ അല്ലെ അതിന് മുമ്പ് പറഞ്ഞോ. അന്നേ ദിവസം ഈ ശുശ്രൂഷകൻ ഒരു 15 മിനിറ്റെങ്കിലും ശക്തമായ സുവിശേഷ സന്ദേശം കൊടുക്കണം. കാരണം ഇങ്ങനൊരു ഗോൾഡൻ ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ഈ ആളുകളെല്ലാം വരും, വന്നവരുടെ മുമ്പാകെ സുവിശേഷം പറയണം. ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു കാര്യം ചെയ്യാനായിട്ട് ഞാൻ തുനിഞ്ഞില്ല. ഞാനൊരു സീനിയർ വിശ്വാസിയല്ല, തികച്ചും ജൂനിയർ അല്ലേ, തികച്ചും ജൂനിയറായ ഒരാളാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നടത്തി. അതുകൊണ്ട് എനിക്ക് പ്രാഗൽഭ്യമുണ്ട് സംസാരിക്കാൻ. പ്രാഗൽഭ്യത്തിൽ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. നാടോടുമ്പേ നടുവേ ഓടിയില്ല. അങ്ങനെ ഓടാത്തത് കൊണ്ട് സ്ട്രിക്റ്റായിട്ട് പറയാണ്. ഇത്രയും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ പറയാണ്, ഇനി ഒരു 1000 കൊല്ലം കഴിഞ്ഞാൽ കർത്താവ് വരുന്നതെങ്കിലും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ വിവാഹവേദിയിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം എല്ലാ കാലത്തും ബാധകമാണ്. 1000 അല്ല 10,000 കൊല്ലം കഴിഞ്ഞ് കർത്താവ് വന്നാൽ പോലും നമുക്ക് വചനം വിട്ട് പ്രമാണം വിട്ട് മാറാൻ കഴിയില്ല. നമുക്ക് വചനം വിട്ട് പ്രമാണം വിട്ട് വഴി മാറാൻ സാധിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. അപ്പം ഞാൻ എന്താ പറഞ്ഞു വന്നത്? ഇന്ന് മെയിൻ ലൈൻ ചർച്ചസിൽ ഇതൊന്നും പ്രസംഗിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞാൽ പാസ്റ്റർ കാസർഗോഡിന്റെ ട്രാൻസ്ഫർ മേടിച്ചാൽ മതി ഉറപ്പായിട്ടും. ഇതിനിടയിലാണ് ഞാൻ ചില വ്യക്തികളുമായിട്ട് സംസാരിക്കാനിടയായി. സംസാരിച്ചു വന്നപ്പോൾ അവർ തങ്ങളിൽ സംസാരിച്ചതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അവർ പറയുന്നൊരു കാര്യം, ഈ വിശ്വാസിയുടെ എല്ലാ കാര്യത്തിലും ഈ പാസ്റ്റർ തലയിടുന്ന എന്തിനാ? പാസ്റ്റർക്ക് തലയിടേണ്ട ആവശ്യമുണ്ടോ? എങ്ങനെ ബ്ലൗസ് തയ്ക്കണം, എങ്ങനെ ബട്ടൺസ് ഇടണം, എങ്ങനെ പാൻറ് തയ്ക്കണം, എന്ത് കാറ് വിളിക്കണം, അവിടെ എങ്ങനത്തെ പാട്ടുകാരെ വിളിക്കണം, എങ്ങനത്തെ കാറ്ററിംഗുകാരെ വിളിക്കണം, ഇതൊക്കെ ഈ പാസ്റ്റർ എന്തിനാ തലയിടുന്നത്? പാസ്റ്റർ വരിക, കെട്ടിക്കുക, വീട്ടിൽ പോവുക. കല്യാണം കഴിഞ്ഞിട്ട് പിന്നീടുള്ള കാര്യങ്ങളിലൊക്കെ പാസ്റ്റർ തലയിടുന്ന എന്തിനാ? അതൊക്കെ ഈവന്റ് മാനേജ്മെന്റുകാർ ചെയ്തോളില്ലേ. ഈവന്റ് മാനേജ്മെന്റുകാർക്ക് കൊടുത്ത കാര്യത്തിൽ പാസ്റ്റർ തലയിടണോ? പാസ്റ്ററും പാസ്റ്ററുടെ പരിശുദ്ധാത്മാവും 10 മണിക്ക് ആരംഭിക്കുമ്പോൾ വരിക, 1 മണി കഴിയുമ്പോൾ നിങ്ങളും നിങ്ങളുടെ പരിശുദ്ധാത്മാവും ആശീർവാദം പറഞ്ഞിട്ട് പോവുക. പിന്നെ ഞങ്ങൾ ഇത് ഹാൻഡ് ഓവർ ചെയ്താണ് ഈവന്റ് മാനേജ്മെന്റുകാർക്ക്. ഈവന്റ് മാനേജ്മെന്റിൽ ആൺപിള്ളേരും പെൺപിള്ളേരും അവിടെയുണ്ട്. അവരാണ് പിന്നെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. പൈസ കൊടുത്തിട്ടാ ചുമ്മാതെയാണോ? ഇത് കൊഴുപ്പിക്കണ്ടേ? ഞങ്ങൾക്ക് ബന്ധുക്കളുണ്ട്, സ്നേഹിതരുണ്ട്. ഞങ്ങൾ അപ്പർ കാസ്റ്റ് ആൾക്കാരല്ലേ? ഞങ്ങൾ അപ്പർ കാസ്റ്റ് ആൾക്കാരാ. കൊള്ളാം. തോമസ് ലീഗ കേരളത്തിൽ വന്നപ്പോൾ 7 നമ്പൂതിരി കുടുംബങ്ങളെ മാമോദീസ മുക്കി. അതിലൊരു നമ്പൂതിരി കുടുംബത്തിലെ നമ്പൂതിരിയുടെ പെങ്ങടെ മോനല്ലേ ഞാന്. അതെ, ആ നമ്പൂതിരിമാരിൽ ഒരു നമ്പൂതിരിയുടെ പെങ്ങടെ മോനാ ഞാന്. ഞങ്ങൾ ചില്ലറ പുള്ളികളല്ലല്ലോ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കയ്യിൽ ധാരാളം പണമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ കണ്ടമാനമുണ്ട്. അപ്പോൾ ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്യും. പാസ്റ്റർമാർ അതിലൊന്നും തലയിടണ്ട. ഈ പുസ്തകപ്രകാരം ഒരു ശുശ്രൂഷകൻ ഒരുവന്റെ പിറകെ നടക്കുകയാണ് സുവിശേഷവുമായി. പാപത്തിന്റെ പടുകുഴി കിടക്കുന്ന അവൻ, കണ്ണു കാണാൻ മേലാത്തവൻ, അന്ധന്റെ പുറകെ നടന്ന് അവനെ സുവിശേഷം കേൾപ്പിച്ച് അവന്റെ കണ്ണ് തുറന്ന് അവനെ രക്ഷിതാവിനെ കാണിച്ചു കൊടുത്ത് ആ ക്രൂശിന്റെ ചോട്ടിൽ അവനെ അടിയറ പറയിപ്പിച്ച് സറണ്ടർ ചെയ്യിപ്പിച്ച് അവന്റെ ചെവിയിൽ ബുദ്ധി ഓതി സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ അനുസരിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ വിശ്വാസ സ്നാനത്തിന് കൊണ്ടുവന്ന് പിന്നീട് നാളുകളും മാസങ്ങളും അവന്റെ കൂടെ കാത്തിരുന്ന് അവൻ ആത്മാവിൽ നിറയുന്നത് കണ്ണു നിറഞ്ഞ് കാണുകയാണ്. അവൻ ആത്മാവിന്റെ നദിയിലിറങ്ങി പാനം ചെയ്യുന്നത്, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നത്, അവൻ പിച്ച വെച്ച് നടക്കുന്നത്, വളർന്നു വരുന്നത്, തലയെടുപ്പോടെ വളരുന്നത്, ക്രിസ്തു എന്ന തലയോളം വളർന്നു വരുന്നത്.
ദൈവത്തിൻ്റെ സകല നിറവിനോളം നിറഞ്ഞു വരുന്നത് അവൻ്റെ വീക്ഷണങ്ങൾ, അവൻ്റെ നിലപാടുകൾ, അവൻ്റെ ബോധ്യങ്ങൾ, വചന വെളിപ്പാടുകൾ അവന് ലഭിക്കുന്നത്, അവൻ ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എല്ലാം ഈ ശുശ്രൂഷകൻ അകത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. ചിലപ്പോഴൊക്കെ അവന് തെറ്റാറുണ്ട്. ചിലപ്പോഴൊക്കെ അവൻ തെറ്റായ ട്രാക്കിലേക്ക് തിരിയുമ്പോൾ, മകനെ അങ്ങനെയല്ല, മകളെ അങ്ങനെയല്ല, നീ അങ്ങനെ പോകരുത്, ആ വഴിക്ക് അങ്ങനെ സംസാരിക്കരുത്, അത് അവർക്ക് വേദനയുണ്ടാക്കും. മാതാപിതാക്കളോട് അങ്ങനെ പറയരുത്, മറ്റ് കൂട്ടുസഹോദരങ്ങളോട് അങ്ങനെയല്ല പറയേണ്ടത്, അങ്ങനെയല്ല ഇടപെടേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നിരന്തരം പൗലോസ് പറയുന്ന പോലെ, ഞാൻ ആസിയിൽ വന്ന 1-ാം നാൾ മുതൽ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ പിന്നാലെ നടന്ന് ഓരോരുത്തർക്ക് ബുദ്ധി ഉപദേശിച്ച് തന്നതുപോലെ. വായിച്ചേ, ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സ് 31, അപ്പോസ്തല പ്രവൃത്തി 20:31 വാക്യം. ഇവിടെ പൗലോസ് എഫെസോസിലെ മൂപ്പന്മാരോട് പറയാണ്, അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. എല്ലാ മണവാളന്മാരും കേട്ടോ, എല്ലാ മണവാട്ടിമാരും കേട്ടോ, അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട്. ഇതാണ് പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുള്ള പാസ്റ്റർമാർ എങ്ങനെയുള്ളതാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ വട്ടം കൂടിയെന്ന് സംസാരിച്ചല്ലോ അന്ന്. ആ വട്ടം കൂടിയെന്ന് സംസാരിച്ചപ്പോ നിങ്ങളുടെ ബോധ്യത്തിലുള്ള ശുശ്രൂഷകന്മാരെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. അതായത് ഈ സംസാരിച്ച ആൾ ആരാണോ അയാളുമായി ബന്ധപ്പെട്ട് ഏതോ പാസ്റ്റർ കൂടുതൽ തലയിടാൻ ചെന്നെന്ന്. ആ പാസ്റ്റർ തലയിടാൻ ചെന്നു, അതുകൊണ്ടാണല്ലോ ആളുകൾ അങ്ങനെ പറയാനിടയായത്. അതുകൊണ്ട് ഞാനത് കേൾക്കാനിടയായതുകൊണ്ടാണ് ഞാനും പറയുന്നത്. ഞാൻ അതുപോലെ തലയിടുന്നൊരു പാസ്റ്ററാ. അവർ പറഞ്ഞല്ലോ, അവരുടെ ഏതോ ഒരു ശുശ്രൂഷകൻ അവരുടെ എല്ലാ കാര്യത്തിലും തലയിടാൻ വരുന്നു. അതങ്ങനെ പാടില്ല, ഇതിങ്ങനെ പാടില്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല, അത് ജാതികളുടെയാണ്, അത് വിജാതീയരുടെയാണ്, അത് അങ്ങനെയാണ്, അത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞല്ലോ. അത് പറയുന്നത് എന്നോടാന്ന് ഓർക്കണം. ഞാൻ അതിലും വലിയ പുള്ളിയാ. എന്നോടാ വന്ന് പറയുന്നത്, എൻ്റെ ബോധ്യങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത്. എൻ്റെ മുൻഗാമിയായ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. ഓരോരുത്തൻ്റെ പിന്നിൽ നടക്കുകയാണ്, ഓരോരുത്തിയുടെ പിന്നിൽ നടക്കുകയാണ്. അവളെ വിശ്വാസത്തിൽ കൊണ്ടുവന്നു, അവനെ വിശ്വാസത്തിൽ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞതുപോലെ കൈപിടിച്ച് കൊണ്ടു നടക്കുക. ഈ ഇടയൻ ഈ ആടിനെ കൊണ്ടു നടക്കുകയാണെന്നേ. ഈ ആടെങ്ങാനും പോയി വേണ്ടാത്ത ഇലകൾ കടിച്ചു കഴിഞ്ഞാൽ, ഈ ആടെങ്ങാനും എന്തെങ്കിലും കുരുക്കിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ, ഈ ഇടയനോടാണ് ഇടയശ്രേഷ്ഠൻ കണക്ക് ചോദിക്കുന്നത്. നിശ്ചയമായും കണക്ക് ചോദിക്കും. ആ ഭാരം ഉള്ളിലുണ്ട്. ഒരു ദിവസം ആ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടതാണ്, ശുശ്രൂഷയുമായി അവിടെ നിൽക്കേണ്ടതാണ്. അന്നാളിൽ കണക്ക് പറയേണ്ടി വരും. ആ ബോധ്യം ഉള്ളത് കൊണ്ടാണ്. ഇതാണ് പാറ്റേൺ. പുതിയ നിയമസഭയിലെ ശുശ്രൂഷയുടെ പാറ്റേൺ ഇതാണ്. സഭായോഗം നടത്താനല്ല പാസ്റ്ററെ ആക്കി വെച്ചിരിക്കുന്നത്. സഭായോഗമൊക്കെ ഏതെങ്കിലും എൽഡർ നടത്തിക്കോളും. ഒരു ശുശ്രൂഷകനെ ആക്കി വെച്ചിരിക്കുന്നത്, 5 വിധ ശുശ്രൂഷകരെ ആക്കി വെച്ചിരിക്കുന്നത്. അവരുടെ ഉത്തരവാദിത്വം എന്താ? ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണം, അവനെ പണിയണം, പണിതൊരുക്കണം. ക്രിസ്തു എന്ന തലയോളം അവനെ പണിതൊരുക്കണം. അതിനാണ് ഒരു പുതിയ നിയമ ശുശ്രൂഷകനെ ആക്കി വെച്ചിരിക്കുന്നത്. വിശ്വാസികളെ കെട്ടഴിഞ്ഞവരെ പോലെ വിടാനല്ല, അവരെ കെട്ടി നിർത്തണം. പ്രമാണത്തിന്റെ ചരട് കൊണ്ട്, ദൈവസ്നേഹത്തിന്റെ ചരട് കൊണ്ട് അവരെ ബന്ധിച്ചു നിർത്തണം. കൂട്ടത്തെറ്റി പോകാൻ ഇടവരരുത്, ശേഷം മനുഷ്യരെ പോലെ ജീവിക്കാൻ ഇടവരരുത്. അപ്പോൾ ഒരു ശുശ്രൂഷകൻ അവരുടെ പിന്നിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് ആലോചന ചോദിക്കാനുള്ള അവരുടെ ആത്മീയ പിതാവ് എന്ന് പറയുന്നത് ദൈവദാസനാണ്. പൗലോസ് കൊരിന്ത്യരോട് പറയാണ്, ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചതെന്ന്. നിങ്ങൾക്ക് 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ലല്ലോ, ഞാനല്ലേ നിങ്ങളെ ജനിപ്പിച്ച പിതാവ്. അർത്ഥത്തിലാണ് പൗലോസ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊരു അധികാരമുണ്ട്. ആ അധികാരത്തിൽ അവര് തന്റെ ജനത്തെ നയിക്കും. വിവാഹത്തിന്റെ ഓരോ ആലോചനയും അതിന്റെ ഓരോ സ്റ്റെപ്പിലും ദൈവവും തന്റെ ദാസനും ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിന്റെ 7 കണ്ണും എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെയാണ് ദൈവം നിയോഗിച്ചാക്കിയ ദൈവത്തിന്റെ ദാസനും. അവര് ശ്രദ്ധിക്കും സകല കാര്യങ്ങളും. ഇടക്കാലത്ത് ഒരാൾ എന്നോട് ചോദിച്ചേ, ബോവസ് മോവാബിയ സ്ത്രീയായ രൂത്തിനെ കല്യാണം കഴിച്ചില്ലേ? ഇസ്രായേലിന് വെളിയിലല്ലേ, ആ വിജാതീയ പശ്ചാത്തലത്തിലുള്ള സ്ത്രീയെ കല്യാണം കഴിച്ചില്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പിസ്കോപ്പൽ സമൂഹത്തിലുള്ള ഒരു പെൺകുട്ടിയായിട്ട് ഇത്തിരി ലോഹ്യത്തിലായിരുന്നു. അവിടെ ഞാനത് കെട്ടിയാൽ കുഴപ്പമുണ്ടോന്നാണ് ചോദിക്കുന്നത്. പുള്ളി കൂട്ടുപിടിച്ച ആരെയാ? ബോവസിനെ. അപ്പൊ ഞാൻ അതിന്റെ പശ്ചാത്തലം പറഞ്ഞു, അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന്. ഉടനെ പുള്ളി ജോസഫിനെ പിടിച്ചു. ജോസഫ് ഇങ്ങനെയല്ലേ കല്യാണം കഴിച്ചത്? ആഹാ,
ജോസഫ് കല്യാണം കഴിക്കുമ്പോഴും ബോവസ് കല്യാണം കഴിക്കുമ്പോഴും പുതിയ നിയമസഭ ആരംഭിച്ചിട്ടുണ്ടോ സുഹൃത്തെ എന്ന് ചോദിച്ചു. അല്ല, ബൈബിൾ 66 പുസ്തകമല്ലേ? അതെ 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 അതെ, ബൈബിൾ 66 പുസ്തകമാണ്. അറിഞ്ഞത് നന്നായി. അപ്പൊ ഈ പുസ്തകത്തിൽ എവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ബാധകമല്ലേ? നിശ്ചയമായും നിശ്ചയമായും. ശലോമോൻ എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. ശലോമോൻ, പുള്ളിക്ക് 1000 ഭാര്യമാരുണ്ടായിരുന്നു. അത് ഈ 66 പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എങ്ങനെ, നിനക്ക് പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചു. എടാ മോനെ, 1000 ഭാര്യമാര്, 1 2 ഒന്നും അല്ല. ഇനി അബ്രഹാമിനെ എടുക്കാം, പുള്ളിക്ക് ഉണ്ടായിരുന്നു. സാറാമിച്ചി ഉണ്ടായിരുന്നു, ഹാഗാറാമിച്ചി ഉണ്ടായിരുന്നു, കെത്തൂറാമിച്ചി ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ ഒരു 3 എണ്ണമെങ്കിലും? 66 പുസ്തകേ. നെല്ലും പതിരും തിരിച്ചറിയുന്നില്ല, വർത്തമാനം പറയാൻ വരിക. നമ്മളുമായി ബന്ധപ്പെട്ട ആളല്ല, വേറെ ഒരു ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ട ആളാ. എങ്കിൽ പോലും അവൻ്റെ തലക്കകത്തിരിക്കുന്ന മണ്ടത്തരം എന്നതാന്ന് ചിന്തിച്ചു നോക്കി. ഞാനതിനെ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും അത് ദൈവവചനപ്രകാരം തെറ്റാണ് മക്കളെ. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ദൈവഹിതം അന്വേഷിച്ച് നീ അങ്ങനെ നിനക്ക് യോഗ്യമായ നിലയിൽ ഒരു വിവാഹത്തിലേക്ക് നീ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവനത് വിഷമമായി. അവൻ പിന്നത്തേതിൽ അതേ പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിച്ചു. ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. പിന്നീട് കണ്ടുമുട്ടാനൊന്നും ഇടയായിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ദൈവദാസന്മാരുടെ ശ്രദ്ധയുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. ദൈവദാസൻ എന്നൊക്കെ പറയുമ്പോൾ അത് ഡിഫൈൻ ചെയ്യേണ്ടി വരും, ശരിയായ രീതിയിൽ ഡിഫൈൻ ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഈ അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 31-ാം വാക്യത്തിൽ കിടക്കുന്ന ദൈവദാസനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അസലൊരു ദൈവദാസനാണ് അവിടെ കിടക്കുന്നത്. ആരാ? പൗലോസ്ലീഹ. നമുക്കത് പാറ്റേണായിട്ട് എടുക്കാം. എല്ലാ ശുശ്രൂഷകരും ഇങ്ങനെയായിരിക്കണം. ജനത്തിന് ബുദ്ധി ഉപദേശിക്കേണ്ടവരാണ്. മക്കളെ, അങ്ങനെ ചെയ്യരുത്. നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഓർക്കണം, നീ ക്രൂശിക്കപ്പെട്ടവനാ. അങ്ങനെ വൈൻ ഗ്ലാസ് എടുത്തിട്ട് മോന്തരുത്. പെന്തിക്കോസുകാരാ, പെന്തിക്കോസുകാരി, നിന്നെ തീപ്പൊയ്കയെന്നാ പിടിച്ചുകൊണ്ട് വന്നത്. നീ വൈൻ ഗ്ലാസ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിയേഴ്സ് പറഞ്ഞ് മോന്തുമ്പോൾ, ഇയ്യോബിന്റെ പുസ്തകം 28-5 അങ്ങനെ തന്നെ അവിടെ ഇപ്പോഴും ഉണ്ട്. അത് മാഞ്ഞു പോയിട്ടില്ല. എന്താ ഇയ്യോബിന്റെ പുസ്തകം 28-5 എഴുതിയിരിക്കുന്നത് എന്ന് വായിച്ചേ. ആഹാരം ഉണ്ടാക്കുന്നു, അതിന്റെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. ഭൂമി ആഹാരം വിളയിക്കുന്നു, റൈറ്റ്, സമ്മതിച്ചു. അതിന്റെ അധോഭാഗം എന്താ? തീ കൊണ്ടെന്ന പോലെ മറയുന്നു. അതിന്റെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. അതിനെ ചുരുക്കി എങ്ങനെ പറയാം? ഇതിന്റെ അധോഭാഗം തീകുണ്ഡമാണെന്ന്. തീകുണ്ഡമാണെന്ന്. 2 കൊല്ലം മുമ്പ് നമ്മൾ വിവാഹവുമായി ബന്ധപ്പെട്ട കുറേ പ്രസംഗങ്ങൾ പ്രസംഗിച്ചു. അതിലൊരു പ്രസംഗത്തിന്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയായിരുന്നു, തീക്കുണ്ടത്തിന്റെ മുകളിലെ ഫോട്ടോഷൂട്ട്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. തീക്കുണ്ടത്തിന്റെ മുകളിലെ ഫോട്ടോഷൂട്ട്. 10 മണി മുതൽ 12 12:30 1 മണിയോ വരെയാണ് കല്യാണത്തിന്റെ കെട്ടും കാര്യങ്ങളൊക്കെ. അതൊക്കെ നടക്കുന്ന എവിടെയാ? തീക്കുണ്ടത്തിന്റെ മുകളിൽ നിന്നാ. തീക്കുണ്ടത്തിൽ പോകേണ്ട ഒരുവനെയും ഒരുവളെയും കൃപയാൽ രക്ഷിച്ചു കൊണ്ടുവന്ന് ഇന്ന് യോഗ്യമായ നിലയിൽ ഉറപ്പുള്ള പാറമേൽ നിർത്തിയിരിക്കുക. എന്നിട്ടാണ് അവരെ ഈ വിവാഹത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. അങ്ങനെ വിവാഹത്തിലേക്ക് നയിക്കപ്പെട്ട അവര് 1 മണി കഴിഞ്ഞിട്ട് 1 മണി കഴിയുമ്പോൾ ശുശ്രൂഷകന്റെ കണ്ണ് അവിടെ നിന്ന് മാറാൻ പാടുണ്ടോ? ഒന്ന് പറഞ്ഞേ നിങ്ങൾ. ഞാൻ സാധാരണ കല്യാണങ്ങളോടുള്ള ബന്ധത്തിൽ ഓർത്തഡോക്സ്, യാക്കോബായ, കാത്തലിക് മുതലായവരുടെ കല്യാണങ്ങളിൽ ശ്രദ്ധിച്ച കാര്യമാണ്, അവരുടെ പള്ളിക്കകത്ത് വെച്ചായിരിക്കും കെട്ട്. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയമോ അങ്ങനെയുള്ള സ്ഥലത്താണ് റിസപ്ഷൻ പാർട്ടി നടക്കുന്നത്. അപ്പോൾ ഈ കെട്ടിന്റെ സമയത്ത് അച്ഛന്മാര് ഗ്ലീലേ മീലേത് മോറാൻ എന്ന് പറഞ്ഞ് വിറപ്പിക്കും. വിറയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓഡിറ്റോറിയത്തിലേക്ക് വരും. അവിടെ കേക്കൊക്കെ മുറിക്കും. കേക്കൊക്കെ മുറിച്ച് അതൊക്കെ കൊടുത്ത് അച്ഛൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഒരു വരയും വരയ്ക്കും. കുരിശ് വരയ്ക്കാന്ന് പറയുന്നത്. വര കഴിഞ്ഞിട്ട് അച്ഛൻ ഒരു പോക്കങ്ങ് പോകും. പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ തകർത്ത് വാരുകയാണ് അവിടെ. ഈ കഴിഞ്ഞ ദിവസം ഒരു ഓർത്തഡോക്സുകാരൻ്റെ കല്യാണം ഞാൻ കണ്ടു. എൻ്റെ കർത്താവേ, അതിൻ്റെ ഒരു ലിങ്ക് പോലും നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു ആഭാസ കല്യാണമായിട്ട് എനിക്ക് തോന്നിയത്. ഹിന്ദുക്കളുടെ കല്യാണം അതിലൊക്കെ എത്രയോ ബെറ്ററാ. വയസ്സായ തന്തയും തള്ളയും പിന്നെ കുറേ യൗവനക്കാരായ ആണുങ്ങളും പെണ്ണുങ്ങളും. അത് അസൽ സോതോം ഗോമോറയിൽ നടക്കുന്ന കല്യാണം. സോതോം ഗോമോറയിൽ ഒരു കല്യാണം നടന്നത് എങ്ങനെയോ അങ്ങനെയാണ് ഓർത്തഡോക്സുകാരൻ്റെ കല്യാണം. അങ്ങനെയാണ് നടക്കുന്നത്. എല്ലാവരുടെയും അല്ല കേട്ടോ, എല്ലാവരുടെയും അങ്ങനെയാണെന്നും ചിന്തിച്ചേക്കരുത്. വലിയ പങ്കും അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. അതുപോലെയാണോ വേർപെട്ടവൻ്റെ കല്യാണം എന്ന് പറയുന്നത്? സഹോദരങ്ങളെ, കല്യാണം അല്ല കേട്ടോ നമ്മുടെ സബ്ജക്റ്റ്. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷകന്മാരുടെ വായടഞ്ഞു പോയി, അവർക്ക് അധികാരം നഷ്ടപ്പെട്ടു പോയി, അവർക്ക് ഒന്നും പറയാൻ കഴിയില്ല.
വിശ്വാസികൾ ഒരു സൈഡിൽ നിന്ന് അവരെ ഞെരുക്കും, മറു സൈഡിൽ അവരുടെ സംഘടനയെ അവരെ ഞെരുക്കും. അവർ മിണ്ടാമേലാത്തവരെ പോലെയായി. അവരെന്തൊക്കെയോ പറഞ്ഞ് 2-3 കൊല്ലം തികയ്ക്കുകയാണ്. ഇവിടെ പൗലോസ് പറഞ്ഞ പോലെ ജനത്തെ ബുദ്ധി ഉപദേശം കൊടുക്കാൻ കഴിയുന്നില്ല. ജനത്തിന്റെ കയ്യിൽ ബുദ്ധിമോശം ഉള്ളത് കൊണ്ടാണല്ലോ ബുദ്ധി ഉപദേശം കൊടുക്കേണ്ടി വന്നത്. ബുദ്ധി ഉപദേശം കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാൻ പാകത്തിന് അതിനുള്ളൊരു മനസ്സിലല്ല, അതിനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ബുദ്ധി ഉപദേശം സ്വീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഓർത്തഡോക്സുകാരനോ കാത്തലിക്കോ മറ്റാരെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കല്യാണമൊക്കെ നടത്തട്ടെ. നമ്മെ സംബന്ധിച്ച് വേർപെട്ടവരെന്ന് പറയുന്നവര്, ദൈവഭയത്തിൽ ജീവിക്കുന്നവരെന്ന് പറയുന്നവര്, ഈ ആശീർവാദം പറഞ്ഞു കഴിഞ്ഞാൽ നാം ദൈവസന്നിധിയിലാണ്. 24/7 നാം ദൈവസന്നിധിയിലാണ്. ഈ ഇയ്യോബിന്റെ പുസ്തകത്തിലെ വാക്യം എന്തിനാ വായിച്ചത്? അതൊരു ബോധ്യത്തിന് വായിച്ചതാണ്. തീക്കുണ്ടത്തിന്റെ മുകളിൽ നിന്ന ഫോട്ടോഷൂട്ടെന്ന്, തീക്കുണ്ടത്തിന്റെ മുകളിൽ നിന്ന കേക്ക് മുറിക്കുന്നത്. എന്തിനാ കേക്ക് മുറിക്കുന്നത്? അല്ല, എല്ലാ ക്രൈസ്തവരും കേക്ക് മുറിക്കുമല്ലോ, മുറിച്ചോട്ടെ. നിങ്ങൾ എന്തിനാ മുറിച്ചത്? ഒന്ന് പറഞ്ഞു തരാമോ? നിങ്ങൾ കേക്ക് മുറിക്കുന്നതിൻ്റെ അതിൻ്റെ സ്പിരിറ്റ് എന്താണ്? സ്പിരിറ്റ് മീൻസ് അതിൻ്റെ മീനിങ് എന്താണ്? സഹോദരങ്ങളെ, കേക്ക് മുറിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു ആശയം ഉണ്ടാവുമല്ലോ. ആരെങ്കിലും ഒരാൾക്ക് പറയാമോ എന്തുദ്ദേശത്തിലാണ് കേക്ക് മുറിക്കുന്നതെന്ന്? വിവാഹം കഴിഞ്ഞിട്ട് മണവാളനും മണവാട്ടിയും പ്രിയപ്പെട്ടവരെല്ലാം കൂടെ ചേർന്ന് നിന്ന് കേക്ക് മുറിക്കും. അതെന്തിനാണെന്ന് ഒന്ന് പറയാവോ? പെട്ടെന്ന് പറയണം, സമയം ഒത്തിരി പോയി. നമ്മുടെ ജോർജ് ചായൻ പറഞ്ഞാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിവക്ഷിക്കുന്നത് അവരുടെ ജീവിതം മധുരതരമായിരിക്കണം, മധുരതരമായൊരു ദാമ്പത്യം. ഈ പുസ്തകം തന്നെയല്ലേ കയ്യിലിരിക്കുന്നത്? ഈ പുസ്തകപ്രകാരം അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? 24 മണിക്കൂർ മധുരമായിരിക്കും എന്നാണോ ഈ പുസ്തകം പഠിപ്പിക്കുന്നത്? ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമല്ലേ ദാമ്പത്യ ജീവിതം? അല്ലാതെ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞ വേറൊരു ജീവിതമുണ്ടോ? ഈ രണ്ടുപേരും, ഈ മണവാളനും മണവാട്ടിയും ക്രിസ്തീയ ജീവിതമാണ് നയിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഇനി അവർ ഒരുമിച്ച് സഞ്ചരിക്കും. ആ ഒരുമിച്ച് സഞ്ചരിച്ചു പോകുമ്പോൾ അവർക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള വചനങ്ങളെല്ലാം മാറിപ്പോവോ? ആ വചനങ്ങളിലെല്ലാം എന്താ കാണുന്നത്? ക്രിസ്തീയ ജീവിതത്തിൽ സുഖദുഃഖ സമ്മിശ്രമല്ലേ? അതിൽ കയ്പിന്റെ അനുഭവങ്ങൾ വരാൻ സാധ്യതയില്ലേ? മധുരം മാത്രമാണെന്ന് പറഞ്ഞ് കെട്ടിച്ചു വിടുമ്പോൾ അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഈ പെൺകുട്ടി പകച്ചു പോവുകയാണ്, ഈ മണവാളച്ചെറുക്കനും പകച്ചു പോവുകയാണ്. അമ്മ, അമ്മായിയമ്മ, നാത്തൂൻ, ഇങ്ങനെ ഒത്തിരി ഘടകങ്ങളുണ്ട്. അവിടെ നിന്നെല്ലാം എപ്പോഴും മധുരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ മണ്ടന്മാരാകില്ലേ? ജീവിതത്തിൽ എപ്പോഴും മധുരമാണോ സഹോദരങ്ങളെ? പത്രോസ് പോലും പറയുന്നത് എന്താ? അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുന്നല്ലേ? അഗ്നിശോധനയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ വരാൻ പാടില്ലേ? പലതരം കാര്യങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ വരും. അതിൻ്റെ ഭാഗമാണ് നമ്മുടെ കുടുംബജീവിതമൊക്കെ. കുടുംബജീവിതത്തിൽ ഒരസലുകൾ ഉണ്ടാകും, ദൈവം അനുവദിക്കും. ഒരസിയാണ് കല്ലുകൾ മിനുസമുള്ളതാകുന്നത്. നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത്? ഈ കെട്ടിക്കൊണ്ട് വരുന്ന ചെറുക്കനും ഈ കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണും അതൊക്കെ നമ്മൾ അടുത്ത് ഇടപഴകണം. നല്ല പരിവിരിപ്പായിരിക്കും, കണ്ടാൽ നല്ല സുന്ദരിയും സുന്ദരനൊക്കെയാ. പക്ഷെ അവരോട് അടുത്ത് ഇടപഴകുമ്പോഴാണ് പല പരിവിരിപ്പുകളുമുണ്ട്. അത് യാത്രയിലാണ് ഒരഞ്ഞ് മിനുസമുള്ളതായി മാറുന്നത്. പണിയപ്പെടുകയാണ്. ദൈവം പലതും അനുവദിക്കും. നമ്മളുമായി ബന്ധപ്പെട്ട് ഈ കുടുംബജീവിതം എന്തിനാ നമുക്ക് തന്നിരിക്കുന്നത്? അതിൻ്റെ കൂട്ടത്തിൽ ഈ കുഞ്ഞുങ്ങളെയൊക്കെ എന്തിനാ തന്നിരിക്കുന്നത്? ഈ കുടുംബജീവിതം എന്ന് പറയുന്നത് നിങ്ങളെ പുതിയ യെരൂശലേമിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാ. പുതിയ യെരൂശലേമിൽ നിങ്ങളെ എത്തിക്കും കുടുംബജീവിതം. നിന്റെ ഭാര്യ നിന്നെ പുതിയ യെരൂശലേമിൽ എത്തിക്കും, നിന്റെ ഭർത്താവ് നിന്നെ പുതിയ യെരൂശലേമിൽ എത്തിക്കും. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സാധാരണ പ്രസംഗർ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഞാനും ഒന്ന് സ്തുതിക്കുക. നമുക്ക് ഉത്തമ ബോധ്യമുണ്ട്, നമ്മുടെ ഭർത്താവ് നമ്മളെ പുതിയ യെരൂശലേമിൽ എത്തിച്ചിരിക്കും, നമ്മുടെ ഭാര്യ നമ്മെ അവിടെ എത്തിച്ചിരിക്കും, നമ്മുടെ തലമുറകൾ നമ്മളെ അവിടെ എത്തിച്ചിരിക്കും. നിങ്ങൾ ഈ കല്യാണം കഴിക്കുന്ന ആ സമയം ഒന്ന് ഓർത്തു നോക്കിയേ, എന്തെല്ലാം ചാട്ടിങ്ങളും എന്തെല്ലാം കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഞാൻ ഓർക്കുക, ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് എൻ്റെ ചില സ്ട്രിക്ട്നെസ്സുകൾ, ഒയ്യോ, ചില സാധനങ്ങൾ എടുത്താൽ അവിടെ നിന്ന് 1 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പോലും സമ്മതിക്കില്ല. പിന്നീട് എല്ലാം കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരു സാധനം എടുക്കുന്നിടത്ത് വെക്കാൻ പറ്റുമോ? ഇപ്പം എൻ്റെ ബൈബിളിൽ എൻ്റെ മകൻ 2 വയസ്സോ 1 വയസ്സോ കണ്ടുള്ളപ്പോൾ എങ്ങാണ്ട് ഡൈനിങ് ടേബിളിൽ ഇരുന്നതാ. അത് എങ്ങനെയോ വലിഞ്ഞു കയറി. അവിടെ കയറുമെന്ന് ആരാ വിചാരിച്ചത്?
എങ്ങനെയോ കസേരക്കട കയറി വന്നിട്ട് പേന എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ വരച്ചു. അതെനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. ഉഗ്ര കോപം വരും എനിക്ക്. അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, കോപമൊക്കെ തണുത്തുറഞ്ഞ് തണുത്തു പോയി എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പല കാര്യങ്ങളുണ്ടെന്ന് കൂട്ടിക്കോ. പല കാര്യങ്ങളിൽ നമ്മുടെ ആ ശൗര്യമൊക്കെ കുറഞ്ഞു പോകും. അതുപോലെ പല കാര്യത്തിലും നമ്മൾ ബോധ്യങ്ങളിലേക്ക് എത്തും. ഇപ്പൊ ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ പരസ്പര ഊന്നുവടികളാണ്. ഭാര്യയും ഭർത്താവും പരസ്പര ഊന്നുവടികളാണ്. നമ്മൾ സിനിമാക്കാരുടെ കൂട്ട് കേക്ക് തിന്നിട്ടൊന്നും അല്ല അത് പ്രാക്ടീസ് ചെയ്യുന്നത്. ജീവിതത്തിൽ കയ്പിൻ്റെ അനുഭവങ്ങൾ വരും. ഭാര്യയിൽ നിന്ന് കയ്പിൻ്റെ അനുഭവങ്ങൾ വരും, ഭർത്താവിൽ നിന്ന് കയ്പിൻ്റെ അനുഭവങ്ങൾ വരും. അല്ലാതെ 24 മണിക്കൂർ എഴുന്നേറ്റ് വരുമ്പോൾ ഈ സിനിമാ ലോകത്തെ ആളുകളുടെ കൂട്ട് മൈ ഡിയർ ഡാർലിംഗ് എന്നൊക്കെ പറഞ്ഞാണോ എഴുന്നേറ്റ് വരുന്നത്? ചില സമയത്തൊക്കെയുള്ള ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ ഓർത്ത് കഴിയുമ്പോൾ നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ഭാര്യയും ഭർത്താവിനെയും അമ്മായിയമ്മയും അമ്മായിയപ്പനെയും പിന്നെ നമുക്ക് തന്നെ ഉണ്ടാകുന്ന മക്കളെയൊക്കെ ഉപയോഗിക്കും. അതെല്ലാം നമ്മെ പരുവപ്പെടുത്തും. ചില സമയത്ത് ഇഞ്ച ചതയ്ക്കുന്നത് പോലെ നമ്മളെ തമ്പുരാൻ ചതയ്ക്കും, പരുവപ്പെടുത്തും. ഞാൻ പറഞ്ഞല്ലോ, ഈ കല്ലുകളിൽ പണികൾ നടക്കണം, കല്ലുകൾ ഒരുക്കപ്പെടണം. നമ്മുടെ പഠനം എങ്ങനെയാ പോകുന്നത്? മിസ്രൈമിൽ കിടന്ന കാട്ടുകല്ലുകളെ വെട്ടിയെടുത്തുകൊണ്ട് വരികയാണ്, കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ജീവനുള്ള കല്ലുകളായി. ആ ജീവനുള്ള കല്ലുകളിൽ അനേക പണികൾ, അതിനകത്ത് ഹാമറിംഗ് ഉണ്ട്, ചിസലിംഗ് ഉണ്ട്, അങ്ങനെ പലതുണ്ട്, റബ്ബിംഗ് ഉണ്ട്, പല കാര്യങ്ങളാണ് നടക്കുന്നത്. അങ്ങനെ ഈ കല്ലുകളെ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലേക്ക് കൊണ്ടുവരികയാണ്. പിന്നീട് ഈ കല്ലുകളെ തീയിലൂടെയും വെള്ളത്തിലൂടെയും ഒക്കെ കടത്തിവിടും. അങ്ങനെ പലതരം അനുഭവങ്ങളിലൂടെ കടത്തിവിട്ട് ഈ കല്ലുകളെ പിന്നത്തേതി നമ്മൾ കാണുന്ന തേജസ്സിന്റെ രത്നങ്ങൾ എന്ന നിലയിലാണ്. അങ്ങനെ പുതിയ യെരൂശലേമിലേക്ക് എത്തിപ്പെടുകയാണ്. അങ്ങനെയാണോ ഇന്ന് പെന്തിക്കോസുകാരൊക്കെ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്? ചുമ്മാ ആളുകളുടെ മുമ്പിൽ ഒരു കേക്ക് മുറിച്ച് തിന്നിട്ട് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം മധുരമാണെന്നൊന്നും പറഞ്ഞാൽ കാര്യം നടക്കില്ല. ഈ അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകും. ഇവിടെ ചില മേഖലകളിലാണ് നമ്മളെ ക്ഷമ പഠിപ്പിക്കുന്നത്. ചില മേഖലകളിൽ നമ്മെ ക്ഷമ പഠിപ്പിക്കേണ്ടതുണ്ട്. അതിന് ഭാര്യ ഉപയോഗിക്കും, അതിന് ഭർത്താവിനെ ഉപയോഗിക്കും. അതിന് ന്യായം നമ്മുടെ ഭാഗത്തായിരിക്കും. ഭാര്യയുടെ ഭാഗത്തായിരിക്കും ന്യായം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഭാഗത്തായിരിക്കും ന്യായം 100%. അപ്പം നമുക്ക് ശരിക്കും ആക്ഷൻ എടുക്കാം. പക്ഷെ ചില സമയത്ത് നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാതെ പോകും. പകരം ക്ഷമിക്കാനായിരിക്കും ആത്മാവ് പഠിപ്പിക്കുന്നത്. അതെങ്ങനെ ക്ഷമിക്കുമെന്നാണ് ചോദിക്കുന്നത്. അതങ്ങനെ ക്ഷമിക്കണം. ക്ഷമ ആട്ടുസൂപ്പിന്റെ ഫലം ചെയ്യുന്നല്ലേ പറയുന്നത്. ഈ ക്ഷമ നമ്മെ എവിടെ എത്തിക്കുമെന്നറിയാവോ? നിന്നെ പാതാളത്തിലല്ല എത്തിക്കുന്നത്, പുതിയ യെരൂശലേമിൽ എത്തിക്കും. ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് വരികയാണ് നാം പാപികളും ദോഷികളും അഭക്തരായിരുന്നവരാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്ന മനുഷ്യരാണ്. ഓർത്തേ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്നവരാണ്. നമ്മൾ പറയുന്ന മണവാളനും നമ്മൾ പറയുന്ന മണവാട്ടി അങ്ങനെ തന്നെയല്ലേ? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്നതല്ലേ? കൃപയാൽ ഒരു ഉദ്ധാരണമല്ലേ ലഭിച്ചത്? കൃപയാൽ ആ തേജോമയനായ ദൈവത്തിന്റെ സന്നിധിയിൽ എങ്ങനെ നിൽക്കണം? ഭയത്തോടും പുറകിലോടും നിൽക്കണം. നടന്നു വരുമ്പോ എന്നെ രക്ഷിച്ച എൻ്റെ കർത്താവ് ഒരിക്കൽ രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ നിന്നതാ, ഒരക്ഷരം ഉരിയാടാതെ അവൻ നിന്നതാ. അറുക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ അവനെ കൊണ്ടുപോകുന്ന ആ കാഴ്ച ഞാൻ കണ്ടതാ. കണ്ണാലെ അവനെ കൊണ്ടുപോകുന്ന ആ കാഴ്ച ഞാൻ കണ്ടതാ. ഭയങ്കര ഭയാനകമായ കാഴ്ചകളാണ് എൻ്റെ കണ്ണിന്റെ മുമ്പിൽ വന്നത്. ഞാൻ 22-ാം സങ്കീർത്തനം ധ്യാനിച്ചവളാണ്. ഞാൻ 22-ാം സങ്കീർത്തനം ധ്യാനിച്ചവനാണ്. ഇന്ന് ഞാനൊരു മണവാളനാണ്, ഇന്ന് ഞാനൊരു മണവാട്ടിയാണ്. അതൊക്കെ ശരിയാ. പക്ഷെ ആ 22-ാം സങ്കീർത്തനത്തിൽ എൻ്റെ കർത്താവ് അനുഭവിച്ച പങ്കപ്പാടുകൾ ആലോചിക്കാൻ പോലും പറ്റത്തില്ല. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു അകൃത്യയാഗമായി തീർന്നു. അവൻ്റെ പ്രാണൻ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെട്ടു. മരണവാശങ്ങൾ അവനെ പിടിച്ചു, പാതാള വേദനകൾ അവൻ അനുഭവിച്ചു. എല്ലാം എന്നെ പ്രതി എന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, എന്നെ ഒരുക്കുവാൻ വേണ്ടി, എൻ്റെ ദേഹം ദേഹി ആത്മാവിൽ സമ്പൂർണമായും ശുദ്ധീകരണത്തോടെ ഒരു ദിവസം അവൻ എൻ്റെ കൈപിടിക്കാൻ വേണ്ടി അവൻ എന്നെ രക്ഷിച്ചെടുത്തു. എന്നെ പ്രതിയാണ് അവൻ ഇങ്ങനെ നടന്നുപോയത്. എന്നെ പ്രതിയാണ് അവൻ മൗനമായിരുന്നത്. ആളുകൾ ചോദിച്ചു, നീ ദൈവപുത്രനെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കൂ, ഇറങ്ങി വരൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അപ്പോഴും അവൻ ആ ക്രൂശിൽ എന്തുകൊണ്ടാ
സഹിച്ചു കിടന്നത്? എന്നെ പ്രതിയാണ്. ഇറങ്ങി വന്നാൽ എന്നെ രക്ഷിക്കാൻ കഴിയുമോ? എന്നെ രക്ഷിച്ച് തൻ്റെ മണവാട്ടിയായിട്ട് എന്നെ കൊണ്ടുവരണം. ഈ കല്യാണങ്ങളെല്ലാം താൽക്കാലികമാണെന്നേ. ഇവിടെ കല്യാണം കഴിച്ചിരിക്കുന്ന പുള്ളികളോടൊക്കെ ഞാൻ പറയുക, 60, 70, 80 വർഷം വരെയേ നിങ്ങൾക്ക് ഈ ദാമ്പത്യ ജീവിതം ഉള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഭാര്യയുടെ കൂടെയുള്ള ലൈനിലൊന്നുമല്ല നിങ്ങൾ നിൽക്കുന്നത്. നിത്യതയിൽ ആരും വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നുമില്ല. നമ്മുടെ നാട്ടിലെ എപ്പിസ്കോപ്പൽ സമൂഹത്തിലെ പ്രായമുള്ള അമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സുവിശേഷമൊക്കെ പറയുമ്പോൾ, എൻ്റെ പാസ്റ്ററെ ഞാൻ വരുന്നില്ല നിങ്ങളുടെ കൂടെ, എനിക്ക് ചത്തിട്ട് എൻ്റെ അച്ചാൻ്റെ കൂടെ കിടക്കണമെന്ന്. അച്ചാൻ്റെ കൂടെ കിടക്കണമെന്നുള്ള പൂതി ഭയങ്കരമാണ്. ഏത് കുഴി പോയി കിടക്കണമെന്ന്. പുള്ളി അവിടെ ഇരിക്കുകയാണോ? പള്ളിയിലച്ഛന് ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. നിത്യതയിൽ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല, നാം ദൂതതുല്യരായി മാറുകയാണെന്നുള്ളതും ഈ വല്യമ്മയ്ക്ക് അറിയില്ല. പുള്ളിക്കാരി പറയാണ്, അച്ചാൻ്റെ കൂടെ കിടക്കും, ഞാനും അച്ചാനും കൂടെ അവിടെ ചെന്നിട്ട് പുള്ളിക്ക് ഞാൻ കഞ്ഞിയും കറിയും വെച്ചു കൊടുക്കും. എന്തെല്ലാം സ്വപ്നങ്ങളാണ് കാണുന്നതെന്ന് അറിയാവോ? ഭയങ്കര സ്വപ്നങ്ങളാണ് മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് സാധുക്കൾ. അതിലും കട്ടവാ നമ്മുടെ കാര്യം. ഇങ്ങനത്തെ ഒരു പരിതസ്ഥിതിയിൽ നിന്ന് നമ്മളെ ഉദ്ധരിച്ചുയർത്തിക്കൊണ്ട് വന്നത് എന്തിനാ? തൻ്റെ മണവാട്ടിയായി നമ്മെ ഒരുക്കണം. അതിനിടയിൽ വന്നു കയറിയ ഒരു കാര്യം മാത്രമാണ് ഈ കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത്, ഈ കല്യാണം എന്നൊക്കെ പറയുന്നത്. ആ മഹത്വമേറിയ അനുഭവത്തെ കല്യാണം കൊണ്ട് തള്ളിക്കളയണോ? കല്യാണം കഴിച്ച് അവസാനിപ്പിക്കണോ? ജഡത്തിൽ വീണ് പരിപാടി അവസാനിപ്പിച്ച് പോണോ? കർത്താവ് നേരത്തെ പറഞ്ഞത് ഞാൻ ഓർത്തു പോവുക. 2 കണ്ണുള്ളവനായിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഒറ്റക്കണ്ണനായി സ്വർഗത്തിൽ വരുന്നതെന്ന്. കല്യാണം കഴിച്ച് നരകത്തിൽ പോകുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് കല്യാണം കഴിക്കാതെ സ്വർഗത്തിൽ വരുന്നത്. 5 ലക്ഷം 10 ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് കല്യാണം നടത്തി നരകത്തിൽ പോകുന്നതിനേക്കാൾ എത്രയോ ഭേദം ഒരു ടീ പാർട്ടി നടത്തി സ്വർഗത്തിൽ വരുന്നത്. നീ ആരെ കാണിക്കാനാ നീ കോമാളിത്തരമൊക്കെ കാണിക്കുന്നത്? ഇപ്പൊ ചിലരൊക്കെ ചിന്തിക്കുന്നത്, വലിയ വർത്തമാനമൊന്നും പറയണ്ട, അത് കഴിഞ്ഞിട്ട് കവറൊക്കെ മേടിച്ചോണ്ടല്ലേ പോയെന്ന്. ഏത് കവർ? ആരുടെ കവറിന്റെ കാര്യമാണ് പറയുന്നത്? ഇവിടെ ഒരുത്തൻ്റെയും കവറും വേണ്ട, ഒന്നും വേണ്ട. മര്യാദയ്ക്ക് വചനം അനുസരിച്ച് ജീവിച്ച എല്ലാവർക്കും കൊള്ളാം. പാസ്റ്റർക്കും കൊള്ളാം, വിശ്വാസിക്കും കൊള്ളാം, സജി പാസ്റ്റർക്കും കൊള്ളാം, എല്ലാ പാസ്റ്റർമാർക്കും കൊള്ളാം. സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റും നടക്കുന്ന പലതും കാണുമ്പോൾ ഉള്ള സങ്കടം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നില്ല. നമ്മുടെ തലമുറകൾ ദൈവത്തെ ഭയപ്പെടുന്നില്ല. ബുദ്ധിശൂന്യന്മാരുടെ ആലോചനകൾ ഏറ്റെടുക്കുകയാണ്. ദൈവദാസന്മാരിൽ നിന്ന് ബുദ്ധി ഉപദേശം സ്വീകരിക്കുന്നില്ല. ദൈവത്തിന്റെ ദാസന്മാരിൽ നിന്ന് ബുദ്ധി ഉപദേശം സ്വീകരിക്കുന്നില്ല. ബോധിച്ചതുപോലെ ബുദ്ധിശൂന്യതയിലൂടെ സഞ്ചരിക്കുകയാണ് ആളുകൾ. എല്ലാത്തിനും കണക്ക് പറയേണ്ടി വരുമെന്ന് ഓർത്തോ കേട്ടോ. സകലത്തിനും കണക്ക് പറയേണ്ടി വരും. സകലത്തിനും കണക്ക് പറയേണ്ടി വരും. നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിനും കണക്ക് പറയേണ്ടി വരും. ഒന്നും കുഞ്ഞുകളിയല്ല. വിശേഷിച്ച് ദൈവത്തിന്റെ ദാസന്മാരെയൊക്കെ സാക്ഷി വെച്ചുകൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരത്തിന് ഇരട്ടി കണക്ക് പറയേണ്ടി വരും. നന്നായിട്ട് കണക്ക് പറയേണ്ടി വരും. പറയേണ്ടി വരും, പറയിപ്പിക്കും, അത്ര തന്നെ. അപ്പൊ നമ്മുടെ മെസ്സേജ് എങ്ങനെയാ ടേൺ ചെയ്തതെന്ന് മനസ്സിലായോ? ഈ തലമുറയിലെ പ്രധാനപ്പെട്ട സീനിയർ പാസ്റ്റേഴ്സിന് പോലും അവരുടെ ചർച്ചകളിൽ ഒന്നും പറയാൻ കഴിയുന്നില്ല, തുറന്നു പറയാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു ദുരന്ത കാലഘട്ടത്തിൽ നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. ദുരന്ത കാലഘട്ടത്തിൽ വന്നെത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് എനിക്ക് 2 ദിനവൃത്താന്ത പുസ്തകം 28-ാം അധ്യായവും പിന്നത്തേതിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായവും തുറന്നു വെച്ച് ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ഇഹസ്കിയാവിനെ പരിചയപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടെന്ന് എനിക്കൊരു ചിന്ത വന്നു. കഴിഞ്ഞ രാത്രിയിൽ ഒരു ചെറിയ കൂട്ടത്തോട് ആ മെസ്സേജ് പറഞ്ഞു വന്നപ്പോൾ ഇഹസ്കിയാവിനെ നിങ്ങളുടെ മുമ്പിലും പരിചയപ്പെടുത്തണമെന്ന് എനിക്കൊരു ചിന്ത വന്നു. ഇഹസ്കിയാവിനെ നമ്മളുടെ സമൂഹം കടന്നുപോയതുപോലെ ഒരു പാതയിലൂടെയായിരുന്നു യഹൂദ ജനം കടന്നുപോയത്. അതിന് നടുവിൽ ദൈവം ഇഹസ്കിയാവിനെ തട്ടി ഉണർത്തിക്കൊണ്ടുവന്നു. എന്നിട്ട് ഇഹസ്കിയാവിലൂടെ ദൈവം ചെയ്തെടുത്ത കാര്യങ്ങൾ വൻകാര്യങ്ങളാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ ഇഹസ്കിയാവിനെ നിങ്ങളുടെ മുമ്പാകെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. വളരെ വിസ്തരിച്ച് പറയേണ്ട കാര്യമാണെങ്കിലും സമയം ഒത്തിരി മുൻപോട്ട് പോയതുകൊണ്ട് ഞാൻ ഓടിച്ചു പറയുകയാണ്. ദൈവം അനുവദിച്ച പിന്നത്തേതിൽ എപ്പോഴെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. അത് തന്നെയല്ല, മുൻകാല പ്രസംഗങ്ങൾ ഈ ഭാഗം വന്നിട്ടുണ്ട്. പക്ഷേ 2 രാജാക്കന്മാർ 18-ാം അധ്യായം അധികം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് മുൻപ് ഞാൻ 2 ദിനവൃത്താന്തം 28-ാം അധ്യായത്തിലെ 1-2 വാക്യം നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരികയാണ്. അതായത് 2 ദിനവൃത്താന്തം 28-ാം അധ്യായത്തിൽ ഇഹസ്കിയാവിന്റെ പിതാവ് ആഹാസ് ആണ് നിറഞ്ഞു നിൽക്കുന്നത്. ആഹാസ് ഒരു കുരുത്തം കെട്ട സ്വഭാവക്കാരനായിരുന്നു. ആഹാസിന്റെ കാലത്ത് സംഭവിച്ച കാര്യം,
ആത്മീയമായ അപജയം ഉണ്ടായ കാലമാണ്. അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ആഹാസ് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു കളഞ്ഞു. ആഹാസ് ദൈവാലയത്തിലെ ഉപകരണങ്ങളൊക്കെ ഉടച്ചു കളഞ്ഞു. പിന്നെ യഹോവയുടെ ആലയത്തിൻ്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു. യഹോവയുടെ ആലയത്തിൻ്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു. ശ്രദ്ധിച്ചു കേൾക്കണം. യെരുശലേമിൻ്റെ ഓരോ മൂലയിലും ബലിപീഠങ്ങൾ ഉണ്ടാക്കി. അതായത് അന്യദൈവങ്ങൾക്കുള്ള ബലിപീഠങ്ങൾ ഉണ്ടാക്കി. അന്യദേവന്മാർക്ക് ധൂപം കാട്ടുവാൻ അവൻ യഹൂദയിലെ ഓരോ പട്ടണത്തിലും പൂജാഗിരികൾ ഉണ്ടാക്കി. അങ്ങനെയാണ് ആഹാസിന്റെ ചരിത്രം. അങ്ങനെ ആഹാസ് മരിക്കുന്നു. അത് കഴിഞ്ഞ് അവന്റെ മകനായ യെഹിസ്കിയാവ് അവന് പകരം രാജാവായി തീർന്നു. യെഹിസ്കിയാവിനെ കുറിച്ച് നമ്മൾ ഈ 29-ാം അധ്യായത്തിൽ തന്നെ ഒത്തിരി കാര്യങ്ങളെ കാണുന്നുണ്ട്. യെഹിസ്കിയാവിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ 29-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, യെഹിസ്കിയാവ് ശുദ്ധീകരണത്തിന് ആഹ്വാനം കൊടുക്കുന്നു. യഹോവയുടെ ആലയത്തിലെ മലിനത നീക്കിക്കളയുവനെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അത് പൊതുജനത്തോട് പറഞ്ഞു, ലേവ്യരോട് പറഞ്ഞു. അത് കഴിഞ്ഞ് 6-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ കാലത്ത് സംഭവിച്ച കാര്യത്തെ ഓർത്തെടുക്കുകയാണ്. താനൊന്നും ന്യായീകരിക്കുകയല്ല, ഒന്നും മൂടുകയല്ല, തുറന്ന് സമ്മതിക്കുകയാണ്. തോൽവിയായിട്ട് സമ്മതിക്കുകയാണ്. അതാണ് ഞാൻ യെഹിസ്കിയാവിൽ കണ്ടൊരു മഹത്വം. എൻ്റെ അപ്പം കേമനാന്ന് പറയാനല്ല പുള്ളി ശ്രമിച്ചത്. പുള്ളി എന്താ പറഞ്ഞത്? നമ്മുടെ പിതാക്കന്മാർ അകൃത്യം ചെയ്തു, നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് പ്രവർത്തിച്ചു, അവനെ ഉപേക്ഷിക്കുകയും യഹോവയുടെ നിവാസത്തിങ്കൽ നിന്ന് മുഖം തിരിച്ച് അതിന് പുറം കാട്ടുകയും ചെയ്തുവല്ലോ. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവർ മണ്ഡപത്തിന്റെ വാതിലുകൾ അടച്ചു, വിളക്ക് കെടുത്തി, വിശുദ്ധ മന്ദിരത്തിൽ ഇസ്രായേലിന്റെ ദൈവത്തിന് ധൂപം കാണിക്കാതെയും ഹോമയാഗം കഴിക്കാതെയിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് പിതാക്കന്മാർ ചെയ്തത്? വാതിലടച്ചു. നമ്മളെ സംബന്ധിച്ച് വാതിൽ എന്താ കാണിക്കുന്നത്? സുവിശേഷത്തെ കാണിക്കുന്നു. സുവിശേഷം ഘോഷിക്കപ്പെടുന്നില്ലാത്തൊരു കാലത്തേക്ക് നമ്മളും വന്നു. കെട്ടുകഥകളും നിർമ്മിത കഥകളും നേരം പോക്കുകളൊക്കെ പറയുന്നൊരു കാലം വന്നു. ആഹാസിന്റെ കാലം പോലെ ഒരു കാലം. എന്നിട്ട് വിളക്ക് കെടുത്തി എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വേണ്ട വിധത്തിൽ സഭയിൽ വെളിപ്പെടുന്നില്ല. അടുത്തത്, ദൈവത്തിന് ധൂപം കാണിക്കാതെ ഹോമയാഗം കഴിക്കാതെ ഇരുന്നു. അതായത് സമർപ്പിത ജീവിതത്തെക്കുറിച്ചും അതായത് സമർപ്പിതന്റെ ആരാധനയെക്കുറിച്ചുമാണ് അവിടെ വിശദീകരിക്കേണ്ടത്. ഇവിടെ നിന്ന് പ്രസംഗിക്കേണ്ടതാ, പക്ഷെ ഞാൻ ഓടിച്ചു പറയാം. ദൈവം അനുവദിക്കുന്ന പോലെ പിന്നീട് നമുക്ക് ചിന്തിക്കാം. അപ്പൊ അങ്ങനെ അവരുടെ കാലഘട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു. എന്നാൽ യെഹിസ്കിയാവ് വന്ന് ഇതെല്ലാം പുനഃസ്ഥാപിച്ചു. എന്നിട്ട് അതിന്റെ 12 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, അതായത് ലേവ്യരിൽ ഒരു കൂട്ടം ആൾക്കാർ യെഹിസ്കിയാവിന്റെ പ്രബോധനം കേട്ട്, ആഹ്വാനം കേട്ട് മുന്നിട്ടിറങ്ങി വന്നു. അവർ ഉത്സാഹികളായിരുന്നു. 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ട് പറയാണ്, തങ്ങളുടെ സഹോദരന്മാരെ ഒന്നിച്ചുകൂട്ടി തങ്ങളെ തന്നെ വിശദീകരിച്ച് യഹോവയുടെ വചനപ്രകാരം രാജാവിന്റെ കൽപ്പനയനുസരിച്ച് യഹോവയുടെ ആലയത്തിൽ വെടിപ്പാക്കുവാൻ വന്നു. ഓക്കെ, അപ്പോൾ ഈ പറയപ്പെട്ട ലേവ്യര് രാജാവിന്റെ കൽപ്പനയനുസരിച്ച് യഹോവയുടെ ആലയം ശുദ്ധീകരിക്കുവാനും തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാനും പാകത്തിന് അവർ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നു. 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, പുരോഹിതന്മാർ യഹോവയുടെ ആലയത്തിന്റെ അകം വെടിപ്പാക്കുവാൻ അതിൽ കടന്ന് യഹോവയുടെ ആലയത്തിൽ കണ്ട മലിനതയൊക്കെയും പുറത്ത് യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ കൊണ്ടുവന്നു. ലേവ്യർ അത് കൊണ്ടുപോയി കിദ്രോൻ തോട്ടിൽ ഇട്ട് കളഞ്ഞു. ഇതൊന്നും സാധാരണ കാര്യങ്ങളല്ല കേട്ടോ, അസാധാരണ കാര്യങ്ങളായി പറയുന്നത്, വിശദീകരിക്കേണ്ടതാണ്. അപ്പൊ ഈ ലേവ്യരും പുരോഹിതരും കൂടി എന്താ ചെയ്തത്? പുരോഹിതർ യഹോവയുടെ ആലയത്തിന്റെ അകം വെടിപ്പാക്കുവാൻ അതിൽ കടന്നു. പുരോഹിതന്മാർക്കാണല്ലോ അകത്ത് കടക്കാൻ കഴിയുന്നത്. കടന്നിട്ട് യഹോവയുടെ ആലയത്തിൽ കണ്ട മലിനതയൊക്കെയും പുറത്ത് യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ കൊണ്ടുവന്നു. ഇത് നമ്മൾ പല ആംഗിളിൽ നിന്ന് പറയും. വ്യക്തിപരമായി നാം ആണ് ദൈവത്തിന്റെ ആലയം. നമ്മുടെ ജീവിതത്തിലുള്ള മലിനതകൾ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ശുദ്ധീകരിക്കാനുള്ള ആഹ്വാനമാണ് ഇവിടെ വരുന്നത്. അടുത്തത്, നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ലോക്കൽ ചർച്ചിനോടുള്ള ബന്ധത്തിൽ നാം ഉൾപ്പെട്ട് നിൽക്കുന്ന ആ ഒരു പൊതു സമൂഹം ഉണ്ടല്ലോ, ക്രൈസ്തവ സമൂഹം, വിശേഷാൽ പെന്തക്കോസ്ത് സമൂഹം, അതിനോടുള്ള ബന്ധത്തിലും നമുക്ക് ഈ കാര്യം അപ്ലൈ ചെയ്യാം. അതിലെ മലിനതകൾ, അതിലെ തെറ്റായ നടപടിക്രമങ്ങൾ, തെറ്റായ പ്രാക്ടീസുകൾ, വിശേഷിച്ച് തെക്കൻ കേരളത്തിൽ ക്രൈസ്തവരെല്ലാവരും, ആ കൂട്ടത്തിൽ പെന്തിക്കോസുകാരും, കല്യാണം കഴിയുമ്പോൾ മണവാള ചെറുക്കൻ തൻ്റെ മദർ ഇൻ ലോയ്ക്ക്, അതായത് അമ്മായി അമ്മയ്ക്ക് കച്ച കൊടുക്കും. കച്ച കൊടുക്കുമ്പോൾ തിരിച്ച് ഓർത്തഡോക്സ് യാക്കോബായക്കാരാണെങ്കിൽ അങ്ങോട്ട് മോതിരോ മാലയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും. പെന്തിക്കോസുകാരാണെങ്കിൽ എന്തെങ്കിലും ചില്ലറയൊക്കെ കവറിലിട്ട് അങ്ങോട്ട് കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. ശരിക്കും കഴിഞ്ഞ ദിവസം ഞാനൊരു കല്യാണവുമായി ബന്ധപ്പെട്ട് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എന്നോട് അങ്ങനെ ഒരു ചോദ്യം വന്നു, ഈ വക കാര്യത്തെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന്. എന്തഭിപ്രായം? ഹിന്ദുക്കളുടെ ആചാരം കൊല്ലം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും ആലപ്പുഴ ജില്ലയുടെ കുറച്ച് ഭാഗത്തും കോട്ടയം ജില്ലയുടെ കുറച്ച് ഭാഗത്തും മാത്രമുള്ളൊരു ആചാരം. ഉലകത്തിലെങ്ങുമുള്ള ക്രിസ്ത്യാനികൾ ഫോളോ ചെയ്യുന്ന കാര്യമല്ല. ലോകത്തിലെങ്ങുമുള്ള ക്രിസ്ത്യാനികൾ താലി കെട്ടുന്നില്ല. പക്ഷെ കേരളക്കരയിലുള്ള കത്തോലിക്കിനും ഓർത്തഡോക്സുകാരനും മർത്തോമക്കാരനും താലി കെട്ടും. മാർപ്പാപ്പയെ കാണിച്ചു കൊടുത്ത പുള്ളി ചോദിക്കും, ഇത് എന്നാ സാധനമെന്ന് ചോദിക്കും.
അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ താലി കെട്ടിയാണ് ഞങ്ങൾ കല്യാണം കഴിക്കുള്ളൂ, എങ്കിലേ കല്യാണം മുറുകൂ. അപ്പം ഞാനിവിടെ ഇറ്റലിയിലും അർജന്റീനയിലൊന്നും അങ്ങനെയല്ലല്ലോ കെട്ടിക്കുന്നതെന്ന് പുള്ളി പറഞ്ഞാൽ, അത് അവിടെ കെട്ടിച്ചോ, ഇവിടെ ഞങ്ങൾ ഇങ്ങനെയാണ് കെട്ടിക്കുന്നത്, അപ്പനപ്പന്മാരായിട്ട് ഇങ്ങനെയാണ് കെട്ടിക്കുന്നത്. അപ്പം നമ്മുടെ പെന്തിക്കോസുകാരോട് ചോദിക്കും, നിങ്ങൾ ഈ കച്ച കൊടുത്തില്ലെങ്കിൽ ഈ ചെറുക്കനെ പെണ്ണിനെ ഇട്ടിട്ട് പോവോ? ഈ പെണ്ണ് വേറൊരുത്തൻ്റെ കൂടെ പോവോ? അങ്ങനെയല്ല അവിടെ ഉണ്ടോ? അങ്ങനെ വല്ല അപകടങ്ങളും ഉണ്ടാവുമോ? അല്ല, അത് ഞങ്ങളുടെ നാട്ടിലെ ഹിന്ദുക്കളെല്ലാം അങ്ങനെ ചെയ്യുന്നു. ഞങ്ങളെല്ലാം നമ്പൂതിരിമാരിൽ നിന്ന് വന്നതല്ലേ, ഞങ്ങളെല്ലാം പഴയ നമ്പൂതിരിമാരാ കേട്ടോ. ഞങ്ങളെല്ലാം പഴയ നമ്പൂതിരിമാരല്ലേ. അപ്പം ഞങ്ങൾ ആ പോന്നപ്പോൾ കച്ചയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതിൻ്റെ ഒരു കച്ചയും സെൻട്രൽ പാസ്റ്റർ, ഡിസ്ട്രിക്ട് പാസ്റ്ററിൻ്റെയും ജനറൽ പ്രസിഡന്റിന്റെ മോളുടെ കല്യാണത്തിന് വരെ കച്ച കൊടുക്കും. ഈ പുസ്തകത്തിൽ നിങ്ങളുടെ കച്ചയൊന്ന് കാണിച്ചു തരാമോ? എനിക്ക് വളരെ പ്രിയപ്പെട്ട ദൈവദാസന്മാരുണ്ട്, അവരെല്ലാം ഈ വക കാര്യത്തിലൊക്കെ മൗനികളാണ്, ഈ വക കാര്യത്തിലൊന്നും കണ്ണു തുറന്നിട്ടില്ല. മലിനതകളാണ്, ഇതെല്ലാം മാറ്റിക്കളയണം. ഈ പുസ്തകം എന്ന് പറയുന്ന പുസ്തകത്തിനനുസരിച്ചാണ് ഒരു വേർപെട്ടവന്റെ വിവാഹ ജീവിതവും കുടുംബജീവിതവും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അവൻ ദൈവത്തിന്റെ മന്ദിരമല്ലേ, ആ മന്ദിരത്തിലാണ് ഹൈന്ദവരുടെ ആചാരങ്ങൾ കൊണ്ടുവരുന്നത്. മന്ത്രകോടി ആശീർവദിച്ച് നമ്മുടെ മണവാട്ടി പെണ്ണിന്റെ തലയിലിടാൻ പാസ്റ്റർമാർ സമ്മതിക്കുമോ? അയ്യോ മൈ ഗോഡ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് കോടി മന്ത്രം ആവാഹിച്ചതാന്നാ പറയുന്നത്. അപ്പൊ കച്ച എന്നതാ ആവാഹിച്ചതാ? കച്ച ആര് കൊടുത്തതാ? തോമസ് ലീഗ കൊടുക്കാൻ പഠിപ്പിച്ചതാണോ? അതെയോ ജ്ഞാനായി തൊമ്മൻ പഠിപ്പിച്ചതാണോ? ഏത് തൊമ്മന്റെ കച്ച? എന്തുമാത്രം മലിനതകളാണ് നമ്മുടെ ഇടയിലുള്ളത്. ഈ മലിനതകളൊക്കെ നീക്കിയാലേ ദൈവസാന്നിധ്യം അനുഭവിക്കൂ. ഒരെണ്ണം രണ്ടെണ്ണമൊന്നും അല്ല, പലതുണ്ട് പറയാമെന്ന് കൂട്ടിക്കോ. അപ്പോൾ അവരെ തന്നെ ശുദ്ധീകരിച്ചു, ആലയത്തിലെ മലിനത നീക്കി, ആലയം ശുദ്ധീകരിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് യെഹിസ്കീയാവിന്റെ കാലത്ത് നടന്ന് നമ്മൾ ഇവിടെ കാണുന്നത്. എനിക്ക് ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നല്ല പറയാനുള്ളത്, എനിക്ക് 2 രാജാക്കന്മാർ 18-ാം അധ്യായത്തിലേക്കാണ് വരേണ്ടത്. ഈ സെയിം കാര്യം തന്നെ 2 രാജാക്കന്മാർ 18-ാം അധ്യായത്തിലുണ്ട്. 18-ാം അധ്യായത്തിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ, അതിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് യെഹിസ്കീയാവ് ആരാണെന്നും തന്റെ അമ്മയുടെ പേരെന്താണെന്നും താൻ ദാവീദിന്റെ വഴിയിൽ നടന്നു എന്നും യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു എന്നൊക്കെയാണ്. അത് കഴിഞ്ഞ് 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് അവൻ പൂജാഗിരികളെ നീക്കി, വിഗ്രഹ സ്തംഭങ്ങളെ തകർത്തു, അശേര പ്രതിഷ്ഠകളെ വെട്ടിമുറിച്ചു, മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെ ഉടച്ചു കളഞ്ഞു. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു. അതിന് നെഹുഷ്ഠാൻ എന്ന് പേരായിരുന്നു. അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. അവന് മുമ്പും ഉണ്ടായിരുന്ന സകല യഹൂദ രാജാക്കന്മാരിലും ആരും അവനോട് തുല്യനായിരുന്നില്ല. സഹോദരങ്ങളെ, ഞാൻ മെസ്സേജ് വേഗം കൺക്ലൂഡ് ചെയ്യാം. അതീവ സീരിയസ് ആയ ഒരു കാര്യമാണ് പറഞ്ഞു വരുന്നത്. ആ മന്ത്രകോടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇടയ്ക്ക് വോയിസ് ബ്രേക്കായി എന്ന് പറഞ്ഞു. കോടി മന്ത്രം ആവാഹിച്ചതാണെന്നാണ് പാസ്റ്റർമാർ പറയുന്നത്. ഹൈന്ദവ ആചാരപ്രകാരം അതിനകത്ത് അതിൻ്റെതായ കാര്യങ്ങളൊക്കെയുണ്ട്. അങ്ങനെ മന്ത്രകോടിയിൽ കോടി മന്ത്രം ആവാഹിച്ചതാണെങ്കിൽ അതൊക്കെ ഇടാനായിട്ട് സമ്മതിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷെ കച്ച കൊടുക്കാനും മറ്റ് വലതുകാല് വെക്കാനും, വലതുകാല് ആരുടെയാ? ഈ വരുന്ന പെങ്കൊച്ചിന്റെ കയ്യിലുള്ള ഇടതുകാല് ആരുടെയാ? അവളുടെ തന്നെയല്ലേ അത് വേറെ വല്ലവരുടെയാണോ? ഈ പെണ്ണിനെ നമ്മൾ കെട്ടിക്കൊണ്ട് പോവാണല്ലോ വീട്ടിലേക്ക്. ഈ കെട്ടിക്കൊണ്ട് പോകുന്ന പെണ്ണിനെ വീട്ടിൽ ചെല്ലുമ്പോൾ തൻ്റെ ഇടത്തെ കാല് കളഞ്ഞിട്ട് വരാൻ പറ്റുമോ? വലത്തെ കാല് വെച്ച് തന്നെ കയറണോ പെന്തിക്കോസുകാരാ? എന്തൊരു ഷാഢ്യമാണ്! ഇടത്തെ കാല് വെച്ച് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം ഉണ്ടാവുമോ? ദൈവം സൃഷ്ടിച്ച കാലല്ലേ അത്, ഇടത്തെ കാല്. അങ്ങനെ പറയാനാണ് ഒത്തിരി ഉണ്ട് കേട്ടോ. എനിക്ക് പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരണം. അവരുടെ മന്ത്രകോടിയും വലത്തെ കാലെന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. അപ്പൊ ഞാൻ 4-ാം വാക്യത്തിലേക്ക് ഒന്നുകൂടെ വരികയാണ്. 4-ാം വാക്യത്തില് യെഹിസ്കീയാവ് എന്ന് പറയുന്ന മനുഷ്യൻ, യഹൂദ രാജാവ്, അശേര പ്രതിഷ്ഠകളെ വെട്ടി ഉടച്ചു, പല കാര്യങ്ങളും ചെയ്തു. ആ കൂട്ടത്തിൽ ഗൗരവമായൊരു കാര്യം സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. ആ കൂട്ടത്തിൽ ഒരു പ്രധാന കാര്യം കൂടെ താൻ ചെയ്തു. മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെ ഉടച്ചു കളഞ്ഞു. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു. അത് വായിച്ചെടുത്ത് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെ ഉടച്ചു കളഞ്ഞത് ആരാ? യെഹിസ്കീയാവ്. മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പം എന്ന് പറയുന്നത് എവിടെയാണ് ഉണ്ടാക്കിയത്? സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തില്. നോട്ട് ചെയ്തോ? സംഖ്യാപുസ്തകം 21-ാം അധ്യായം. വായിക്കാൻ സമയമില്ല. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ജനം ദൈവത്തോട് പിറുപിറുത്തു. ഭയങ്കര പിറുപിറുപ്പും മത്സരവും വന്നു. അപ്പോ ജനത്തിന് നടുവിലേക്ക് ദൈവം അഗ്നി സർപ്പത്തെ അയച്ചു. അഗ്നി സർപ്പം ജനത്തെ കടിച്ചപ്പോൾ ജനം വന്ന് കരഞ്ഞു. ആളുകൾ പിടഞ്ഞു വീണ് മരിക്കുകയാണ്. മോശേ, ജനമൊക്കെ മരിക്കുന്നു, എന്താ ചെയ്യുക? മോശ ആ കരച്ചിലുമായിട്ട് യഹോവയുടെ സന്നിധി ചെന്നു. യഹോവയായ ദൈവം അതിന്
പ്രതിവിധി പറഞ്ഞു കൊടുത്തു. നീ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കുക, പാളയത്തിന്റെ നടുവിൽ പിച്ചള സർപ്പത്തെ കെട്ടിത്തൂക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ചപ്പോൾ ഈ പിച്ചള സർപ്പവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ആത്മീയ വശങ്ങളും ഇതിന്റെ വിശദാംശങ്ങളും പറയാമെന്ന് പറഞ്ഞു. മിനിങ്ങാന്നും പറഞ്ഞില്ല. അപ്പൊ ഇന്നലെ പറയാന്ന് പറഞ്ഞു, ഇന്നലെയും പറഞ്ഞില്ല. ആ പോയ സ്ഥലത്തെ ആളുകളോട് പറയാന്ന് പറഞ്ഞത് അല്ലാതെ പറഞ്ഞില്ല. ദൈവം അനുവദിച്ചാൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒരു ദിവസം ആ കാര്യം നമ്മുടെ ഇടയിൽ ഉചിതമാക്കാം. അപ്പൊ അവർ പിന്നെ കേട്ടോളും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിലാണ് ഈ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കുവാൻ മോശയോട് പറയുന്നത്. അങ്ങനെ മോശ അത് ഉണ്ടാക്കി അവിടെ കെട്ടിത്തൂക്കി. അത്രമാത്രം. അതിലേക്ക് നോക്കുന്നവൻ രക്ഷപ്പെടും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കാലങ്ങൾ കഴിഞ്ഞ് മുൻപോട്ട് പോയപ്പോൾ മോശയും മരിച്ചു, പിന്നെ യോശുവായും മരിച്ചു, ന്യായാധിപന്മാരൊക്കെ മരിച്ചു, ശൗല് രാജാവായിട്ട് വന്നു, പിന്നത്തേതിൽ ദാവീദ് രാജാവായി, ശലോമോൻ രാജാവായി. പിന്നെ രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. കാലങ്ങൾ ഒത്തിരി പിന്നെയും പോയി. യോർദാൻ നദിയിലെ വെള്ളം ഒത്തിരി ഒഴുകി ചാവുകടലിൽ വന്ന് ചേർന്നു. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയിട്ട് രാജാക്കന്മാർ എത്രയാ വരുന്നത്? ഇസ്രായേൽ രാജാക്കന്മാർ വരുന്നു, യഹൂദയിൽ രാജാക്കന്മാർ വരുന്നു. അങ്ങനെ യിഹിസ്കിയാവിന്റെ കാലം വന്നപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയേ, ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു. ഏത് കാലം വരെ? യിഹിസ്കിയാവിന്റെ കാലം വരെ. അപ്പൊ അതിന് പിന്നിലുള്ള കാലങ്ങളൊന്നും നോക്കിയേ. ആ കാലങ്ങളിൽ ആരൊക്കെയാ ഉണ്ടായിരുന്നത്? മഹാനായ ദാവീദ്, ശൗല്, ശലോമോൻ, പിന്നീട് എത്രയോ രാജാക്കന്മാര്. അതിനു മുൻപുള്ള കാലഘട്ടത്തിൽ ന്യായാധിപന്മാരുണ്ടായിരുന്നു. അവർക്ക് തൊട്ടു മുമ്പ് നമുക്ക് കാണാൻ കഴിയുന്ന യോശുവയാണ്. അദ്ദേഹത്തിന്റെ കാലത്തൊക്കെ ഈ നെഹുഷ്ഠാൻ ഉണ്ടായിരുന്നു. നെഹുഷ്ഠാൻ ഇസ്രായേലിന്റെ കൂടെ ഉണ്ടായിരുന്നു. പാട്ടും പ്രാർത്ഥന അന്യഭാഷയൊക്കെ ഭയങ്കരമാണ്, പക്ഷെ നെഹുഷ്ഠാനും കൂടെയുണ്ട്. വല്ല വെളിപ്പാടാ കേട്ടോ പറയുന്നത്. എല്ലാ പെന്തിക്കോസുകാരും കേട്ടോ, വീട്ടിൽ ചെന്ന് നോക്കണം കേട്ടോ, നെഹുഷ്ഠാനല്ലോ ഇരിപ്പുണ്ടോന്ന്. ഏതേതെല്ലാം സൈസ് നെഹുഷ്ഠാന്മാർക്കാണ് ഈ കാലഘട്ടത്തിൽ പെന്തിക്കോസുകാർ ധൂപം അർപ്പിക്കുന്നതെന്ന് അറിയാവോ? നെഹുഷ്ഠാൻ കേട്ടിട്ടുണ്ടോ? നെഹുഷ്ഠാൻ മോശ ഉണ്ടാക്കിയതൊരു പിച്ചള സർപ്പത്തെയാ. അതിന് പേരൊക്കെ കൊടുത്ത്, അതിന് പൂവും കായൊക്കെ ഇട്ട്, ചന്ദ്രതിരിയും കത്തിച്ച്, അതിന് ധൂപം അർപ്പിച്ച്, അതിനെ വലിയ സംഭവമാക്കി മാറ്റിയത് പിന്നീടുള്ള ആൾക്കാരാ. എന്നാലത് ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും ഒന്ന് മുറിക്കണ്ടേ, ഒന്ന് ഉടയ്ക്കണ്ടേ? അത് കാലങ്ങളായിട്ട് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ അമ്മാമ്മമാർക്കും നമ്മുടെ അച്ചാച്ചന്മാർക്കും ഒക്കെ അത് വലിയ ഇഷ്ടമാണ്. നെഹുഷ്ഠാനല്ലേ, മോശ ഉണ്ടാക്കിയതല്ലേ എന്നാ അവർ പറയുന്നത്. ഇത് മോശ ഉണ്ടാക്കിയതാ, ഇരിക്കട്ടെ അവിടെ. നമ്മളിങ്ങനെ തലമുറയായിട്ട് നെഹുഷ്ഠാന് പൂജ അർപ്പിക്കുന്നവരല്ലേ. അങ്ങനെ എന്തെല്ലാം നെഹുഷ്ഠാന്മാരെ പെന്തിക്കോസുകാർ കൊണ്ടുനടക്കുന്നതെന്നറിയാവോ? അതിന് നെഹുഷ്ഠാൻ എന്ന പേരായിരുന്നു. യിഹിസ്കിയാവ് അതിനെ ഉടച്ചു. എന്നിട്ട് താഴെ വായിക്കുന്നത്, അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. നോക്കണം, അണ്ടർലൈൻ ചെയ്യണം. അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. സംഘടനകളിൽ ആശ്രയിക്കുന്ന പാസ്റ്റർമാർക്ക് അവരുടെ വിശ്വാസിയുടെ ബ്ലൗസ് എങ്ങനെ വെട്ടണമെന്നും, ചെറുക്കൻ പാൻറ് എങ്ങനെ തയ്ക്കണമെന്നും, വൈൻ കുടിക്കണമോ, കേക്ക് മുറിക്കണമോ, പിന്നെ ഈവന്റ് മാനേജ്മെന്റുകാർ അവിടെ വേണോ വേണ്ടയോ, ഈവന്റ് മാനേജ്മെന്റുകാരി അർദ്ധനഗ്നയായ പെണ്ണ് അവിടെ നിന്ന് ചാടിക്കളിച്ച് സർക്കസ് കളിക്കണമെന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുമോ? പറ്റില്ല. പറ്റണമെങ്കിൽ യഹോവയിൽ ആശ്രയിക്കണം. ചിലപ്പോൾ സംഘടനയൊക്കെ വിട്ട് പുറത്തു വരണമെന്നേ. യഹോവയിൽ ആശ്രയിക്കണം. അഭിഷേകം ചലിക്കും, അധികാരം വെളിപ്പെടും, വചനം വെളിപ്പെടും, ശബ്ദത്തിന് ഗാംഭീര്യം ഉണ്ടാകും, സിംഹഗർജനമായിരിക്കും. എന്താ വായിക്കുന്നത്? അവർ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. അവന് മുമ്പും പിമ്പും ഉണ്ടായിരുന്ന സകല യഹൂദ രാജാക്കന്മാരിലും ആരും അവനോട് തുല്യനായിരുന്നില്ല. ഗംഭീരവാക്യം. എത്ര 1000 വട്ടം ഞാൻ വായിച്ചിട്ടുള്ളതാ. പക്ഷെ കഴിഞ്ഞ ദിവസമാണ് അതിന്റെ ആഴം എൻ്റെ ഉള്ളിലേക്ക് വന്ന് അതിന്റെ ഗൗരവം എൻ്റെ കണ്ണിൽ തട്ടിയത്, എൻ്റെ ഉള്ളിൽ തട്ടിയത്. യിഹിസ്കിയാവിന് മുമ്പും പിമ്പും അതുപോലെ ഒരു രാജാവ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ദാവീദിനൊക്കെ ഒത്തിരി മേന്മയുണ്ടെന്നേ. ദാവീദിന്റെ കാലത്ത് ഈ നെഹുഷ്ഠാനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ പറയുന്ന ഈ വലിയ പ്രസംഗകരും വലിയ കേമന്മാരുടെ കാലത്തൊക്കെ ഈ നെഹുഷ്ഠാൻ ഇവിടെ ഉണ്ട്. നെഹുഷ്ഠാനെയൊക്കെ നീക്കാൻ പാകത്തിനുള്ള അഭിഷേകത്തിൽ ദൈവം തന്റെ ദാസന്മാരെ എഴുന്നേൽപ്പിക്കും. അതിനുള്ള യിഹിസ്കിയാവിനെ കൊണ്ടുവരും ദൈവം. അന്നേരം പലരും പറയാണ് വിമർശനമാണ്, കുറ്റം പറച്ചിലാണെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാ ഒക്കുന്നത്? തീപ്പൊയ്കയിലേക്ക് പോകേണ്ട ജനത്തെ രക്ഷിച്ചു കൊണ്ടുവന്നു. അവരെ ഇനി പുതിയ യെരൂശലേമിൽ കാണണം തമ്പുരാന്. അവരെ പുതിയ യെരൂശലേമിൽ കാണണം. അതുകൊണ്ടാണ് ദൈവം ചില യിഹിസ്കിയാവുമാരെയൊക്കെ അവിടങ്ങളിൽ എഴുന്നേൽപ്പിച്ചിട്ട് അവരെ കൊണ്ട് അശേരകളെ തകർക്കുന്നത്, അവരെ കൊണ്ട് നെഹുഷ്ഠാനെ ഉടയ്ക്കുന്നത്.
നെഹുഷ്ഠാനെ ഉടയ്ക്കുമ്പോൾ എന്ത് വേദനയാണെന്നറിയാവോ പെന്തിക്കോസുകാർക്ക്? ഭയങ്കര വേദനയാ. അങ്ങനെ പറയാവോ? ഇങ്ങനെ പറയാവോ? പിന്നെ എങ്ങനെ പറയണം? നെഹുഷ്ഠാന് പൂജ ചെയ്തുകൊണ്ടിരിക്കുക, അത് വചനവിരുദ്ധമാണ്, തെറ്റാണ്, നമ്മൾ അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയാവുന്ന ചോദിക്കുന്നത്. അതിനോട് ചേർത്ത് വായിക്കുന്നത്, അവൻ യഹോവയോട് ചേർന്നിരുന്നു. നിങ്ങളിങ്ങനെ വാക്യങ്ങൾ എടുത്ത് പെറുക്കി പെറുക്കി പഠിക്കണം കേട്ടോ. അവൻ യഹോവയോട് ചേർന്നിരുന്ന് അവനെ വിട്ട് പിന്മാറാതെ യഹോവ മോശയോട് കൽപ്പിച്ച അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടന്നു. മോശയ്ക്ക് കൊടുത്ത കൽപ്പനകളെ പിന്നീട് വന്ന പലരും എല്ലാം പാലിച്ചില്ലെന്നേ. പക്ഷെ യിഹിസ്കിയാവ് അതെല്ലാം പെറുക്കി എടുത്തു പുറത്ത്. എന്നിട്ട് മോശയിലൂടെ ലഭിക്കപ്പെട്ട പ്രമാണങ്ങളെ എല്ലാം അങ്ങനെ തന്നെ പാലിച്ചു. അപ്പൊ ജനത്തിന് അത്ഭുതമാ, അയ്യോ വചനത്തിൽ അങ്ങനെയുണ്ടോ? വചനം അങ്ങനെ പറയുന്നുണ്ടോ? മറ്റേ പാസ്റ്റർ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഈ പാസ്റ്റർ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ, മറ്റേ പാസ്റ്റർ പറഞ്ഞത് വൈൻ കുടിക്കാമെന്നാണല്ലോ. ഇന്നിപ്പോൾ ഒരു മുതിർന്നൊരു സഹോദരിയുമായിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ കേരളക്കരയിലെ പെന്തിക്കോസുകാർ തോളത്ത് വെച്ചുകൊണ്ട് കിടക്കുന്നൊരു പ്രസംഗകനുണ്ട്. ഈ കൊച്ചിക്കാരനാ, എറണാകുളംകാരനാ, അല്ല പേര് കേട്ടയാളാ, ഭയങ്കര പാണ്ഡിത്യം തുളുമ്പുന്ന പ്രസംഗങ്ങളൊക്കെയാ. അപ്പോൾ പുള്ളിയുടെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാ. രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്നൊരു കാര്യം പുള്ളി പറയുന്നുണ്ടെന്ന് മാത്രമേ ആളുകൾക്ക് അറിയാവൂ. പുള്ളി പുതുതായിട്ട് കണ്ടുപിടിക്കുന്നതാണ്. നമുക്ക് സിനിമ കണ്ടു എന്ന് ഓർത്ത് എന്താ കുഴപ്പം? പുതുതായിട്ട് കണ്ടുപിടിക്കുക. CSIക്കാരുടെ, ഇവാഞ്ചലിക്കലുകാരുടെയും മർത്തോമക്കാരുടെയും ഒക്കെ കുർബാന നമ്മൾ അതും കർത്താവിൻ്റെ മരണപുനരുദ്ധാനങ്ങളെയല്ലേ പങ്കുവയ്ക്കുന്നത്. അത് ഭക്ഷിച്ചു എന്ന് ഓർത്ത് എന്താ കുഴപ്പം? പിന്നെ എന്താ എന്ന് വേണ്ട, അങ്ങനെ ഒത്തിരി പുതിയ ചരക്കുകൾ വരും ദിവസങ്ങളിൽ അത് പ്രചാരത്തിലെത്തും. അന്നേരം നമുക്ക് കേൾക്കാം. തോളത്തെടുത്ത് വെച്ചേക്കും ആളുകൾ, തോളത്തെടുത്ത് വെച്ചേക്ക. പുതുമയാണ്, പുതുമ കേൾക്കുമ്പോൾ ചാടി വീഴും ആളുകൾ. പുതുമയാണ്. അങ്ങനെ പുതുമ കേൾക്കുമ്പോഴൊന്നും ഓടരുന്നേ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ വെളിച്ചത്തിൽ നമ്മൾ കാര്യങ്ങളെ പഠിക്കണം, നല്ല രീതിയിൽ മനസ്സിലാക്കുക ഈ കാര്യങ്ങളെ. അപ്പോൾ യിഹിസ്കിയാവ് യഹോവയോട് ചേർന്നിരുന്നു, യഹോവയെ വിട്ട് പിന്മാറാതെ യഹോവ കൽപ്പിച്ചവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടന്നു. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ പലതും ഉടയ്ക്കുമെന്നേ കാണി നിൽക്കുന്നവർക്ക് മനസ്സിലാവില്ല. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ പലതും ഉടയ്ക്കും. നെഹുഷ്ഠാനെ തകർക്കണമെന്നും അശേരയെ ഉടയ്ക്കണമെന്നും യഹോവയുടെ ഇഷ്ടമാണെന്ന് തിരിച്ചറിയുന്ന സെക്കൻഡിൽ യിഹിസ്കിയാവ് അത് ഉടച്ചിരിക്കും. അടുത്തെന്താ കാണുന്നത്? അവൻ ചെന്നിടത്തൊക്കെയും കൃതാർത്ഥനായിരുന്നു. അവൻ അശൂർ രാജാവിനോട് മത്സരിച്ചു, അവനെ സേവിക്കാതിരുന്നു. ഞാൻ ഈ ഭാഗങ്ങളൊക്കെ എടുത്തു വെച്ച് പറയാൻ ആഗ്രഹിച്ച എന്താണെന്ന് അറിയാമോ സഹോദരങ്ങളെ? കഴിഞ്ഞ ദിവസം ബുധനാഴ്ച നമ്മൾ ആ സ്പെഷ്യൽ മീറ്റിംഗിൽ കൂടിയപ്പോൾ പെന്തിക്കോസ്ത് പാസ്റ്റർമാരും ഈ രാഷ്ട്രീയക്കാരും കൂടെ ഒരുമിച്ച് കൂടി ദൈവസാന്നിധ്യം അലക്ഷ്യമാക്കിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അലക്ഷ്യമാക്കിയ കാര്യങ്ങൾ. അതിന് സീനിയർ പാസ്റ്റേഴ്സും അതിലെ പാണ്ഡിത്യമുള്ളവരൊക്കെ പറയുന്നത് നമുക്ക് അവരെ കൂടാതെ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അവരെ കൂടാതെ നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ചലിപ്പിക്കാൻ പറ്റില്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു യിഹിസ്കിയാവിനെ എനിക്ക് പരിചയപ്പെടുത്താനുണ്ട് കേട്ടോ. അദ്ദേഹം ആരോടാ മത്സരിച്ചത്? ബാബേൽ എന്ന് പറയുന്ന സാമ്രാജ്യം ഉരുത്തിരിഞ്ഞു വരുന്നതിന് അല്പം മുമ്പുള്ള ഒരു മീഡിയം സാമ്രാജ്യമായിരുന്നു അശൂര്. ആ അശൂറിന്റെ രാജാവിനോട് യിഹിസ്കിയാവ് മത്സരിച്ചു, അവനെ സേവിക്കാതിരുന്നു. അതായത് അശൂറിന് കീഴടങ്ങി അശൂറിന് കപ്പം കൊടുത്ത് യിഹിസ്കിയാവിനൂടെ വേണേ ഭരിക്കാം. ഇസ്രായേൽ രാജാക്കന്മാർക്ക്, യഹൂദ രാജാക്കന്മാർക്കും അങ്ങനെ ഇവിടെ ഭരിച്ച് ജീവിച്ചു പോവാം. പക്ഷേ യിഹിസ്കിയാവ് അതിന് കൂട്ടാക്കിയില്ല. അവൻ യഹോവയിൽ ആശ്രയിച്ചു. യിഹിസ്കിയാവ് പിണറായി വിജയനിലോ നരേന്ദ്രമോദിയിലോ ഉമ്മൻചാണ്ടിയിലോ ഒരു ചാണ്ടിയിലും ആശ്രയിച്ചില്ലെന്ന്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയിൽ മാത്രം ആശ്രയിച്ചു. അതുകൊണ്ട് അവൻ പോയടത്തൊക്കെ കൃതാർത്ഥനായി തീർന്നെന്ന്. ഇതൊക്കെ ഈ പുസ്തകത്തിലുള്ളത്. ഈ പാസ്റ്റർമാർ ഇതൊക്കെ വായിക്കുന്നുണ്ടോ? ദൈവത്തിനറിയാം. ഈ 18-ാം അധ്യായത്തിന്റെ ഇത്രയും വായിച്ചതിൽ നിന്ന് ഇനിയും താഴേക്ക് വായിക്കാനും പറയാനും ഉണ്ട്. സമയം അതിക്രമിച്ചു പോയതുകൊണ്ട്, ഇനിയൊരു എക്സ്ക്യൂസ് പറഞ്ഞാൽ അത് മര്യാദയല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ പെട്ടെന്ന് ക്ലോസ് ചെയ്യാം. സഹോദരങ്ങളെ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞു കൊണ്ടുവന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ദൈവം അതാത് കാലങ്ങളിൽ ദൈവത്തിന്റെ യിഹിസ്കിയാവുമാരെ എഴുന്നേൽപ്പിക്കും. ചിലതെല്ലാം ഉടയ്ക്കാൻ, ചിലതെല്ലാം തകർക്കാൻ, തച്ചുടയ്ക്കാൻ. ചിലതിന്റെ ഒന്നും മുമ്പിൽ അവർ കീഴടങ്ങില്ലെന്നേ. ചിലതിനെയൊന്നും അവർ സേവിക്കില്ല. അവരുടെ മേലുള്ള അഭിഷേകത്തിന്റെ പ്രത്യേകതയാണത്. അവരാരെയാ സേവിക്കുന്നതെന്ന് അവർക്കറിയാം. അവരാരെയാ കണ്ടിറങ്ങിയതെന്ന് അവർക്കറിയാം. അവർ കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്മാറുന്നവരല്ല.
അവർ ഉഴുതു മറിച്ചിട്ടേ പോകൂ. യഹോവയുടെ ആലയം ശുദ്ധീകരിക്കണം. മലിനതകൾ നീക്കേണ്ടതുണ്ട്. നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിലെ മലിനതകൾ നീക്കാൻ വിവിധ നിലകളിൽ പ്രാർത്ഥനയോടും അതുപോലെ പ്രബോധനത്തോടും ആലോചനകളിലൂടെ വിവിധ നിലകളിൽ ദൈവം നമ്മെ ഉപയോഗിക്കും. നമ്മൾ സമർപ്പിതരാണെങ്കിൽ, യഹോവയിൽ ആശ്രയിക്കുമെങ്കിൽ. ഇവിടെ നോക്കണം, ഹിസ്കിയാവിന് മുമ്പും ബിംബും എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇരുന്ന് ധ്യാനിക്കണം. അതിന്റെ പിന്നിലുള്ള കാലഘട്ടങ്ങളിൽ എത്രയോ ശ്രേഷ്ഠരായ ദൈവദാസന്മാരുണ്ടായിരുന്നു, രാജാക്കന്മാരുണ്ടായിരുന്നു. അവരാരും വായു തുറന്ന് പറയേണ്ട കാര്യം പറഞ്ഞില്ലെന്നേ. നെഗുഷ്ടാനിയൊക്കെ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ പറഞ്ഞ പരിപാടിയെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് നെഗുഷ്ടാനെ ഉടച്ചത്. നമ്മളെ ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കാത്തിരിക്കണം. നമ്മുടെ കണ്ണിൽപ്പെടാതെ എന്തെങ്കിലും നെഗുഷ്ടാന്മാര് നമ്മുടെ സമൂഹത്തിലുണ്ടോ എന്ന് ഉടയ്ക്കപ്പെടേണ്ടത്. ദൈവത്തിന് പ്രസാദകരമല്ലാത്ത നെഗുഷ്ടാന്മാരെ നമ്മൾ ഇന്നും കൊണ്ടു നടക്കുന്നുണ്ടോ? പൂർവന്മാര് കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞാ പലരും കൊണ്ടു നടക്കുന്നത്. പല സമ്പ്രദായങ്ങളുമേ പൂർവന്മാര് കൊണ്ടുവന്നതാ, നാട്ടു നടപ്പാണ്, അങ്ങനെയൊക്കെ പറഞ്ഞാണ് പലതും ഫോളോ ചെയ്യുന്നത്. അതിനൊക്കെ മാറ്റം വരണം നമ്മുടെ ജീവിതത്തിൽ. ഈ തലമുറയിൽ ദൈവത്തിന്റെ സഭ അതിന്റെ തനിമയിലും മഹിമയിലും മടങ്ങി വരേണ്ടതിന്, അധികാരത്തോടെ നിലകൊള്ളേണ്ടതിന്, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ കൊടികളോടുകൂടിയ സൈന്യം പോലെ, ഒരു സൈന്യം പോലെ ദൈവത്തിന്റെ സഭ എഴുന്നേറ്റ് നിൽക്കേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ ശക്തമായി മധ്യസ്ഥയണയ്ക്കാം, പ്രാർത്ഥിക്കാം, ആവലോടെ അതിനുവേണ്ടി കാത്തിരിക്കാം. നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഈ തലമുറയിൽ ഹിസ്കിയാവിനെ പോലെ യഹോവയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട്, ലോകത്തെ ഞാൻ സേവിക്കില്ല, ലോകത്തിന്റെ സമ്പ്രദായങ്ങളെ ഞാൻ കീഴ്പ്പെടില്ല, ഞാൻ വേർപെട്ടവനാണ്, ഞാൻ നാസ്യർ വ്രതക്കാരനാണ്, ഞാൻ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ കണക്ക് പറയേണ്ടവനാണ്, കണക്ക് ബോധിപ്പിക്കേണ്ടവനാണെന്നുള്ള ബോധ്യത്തിൽ നമുക്ക് നിലകൊള്ളാം. അതിന് നിങ്ങളെ ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനാഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.